ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രോഗ്രാമിലേക്ക്. സൗണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെറ്റിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റിങ്സ് ചെയ്യാം. സൗണ്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് ക്ലിയർ എന്നൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ക്ലിയർ എന്നൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചില ഇനിഷ്യൽ സെറ്റിങ്സ് ചെയ്യുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോ ഹോസ്റ്റ് ഷമീം സിത്താര ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നത്തെ സെഷനെ കുറിച്ചും രണ്ട് വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2015 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2015 ശേഷമാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുമ്പ് ഹോട്ടലുകളിലൊക്കെ വെച്ചായിരുന്നു പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നത്. 2020 കോവിഡ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് വരെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു. കോവിഡിന് ശേഷം ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ് നടത്തുന്നത്. ഏകദേശം 500ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. അതേപോലെ നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും പങ്കെടുക്കുന്നത്. പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ സെഷൻ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുക. അത് നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഡെയിലി ലൈഫിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നത്. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച്, ആ ഒരു പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സെഷനകത്ത് ത്രൂ ഔട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിനെ പറ്റിയല്ല പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു 15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ഉണ്ട്. എങ്കിലും ബാക്കിയുള്ള സമയമെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ്, കണ്ടന്റ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പല ലൊക്കേഷനിൽ നിന്ന് പങ്കെടുക്കുന്നത്, നിങ്ങൾ ഏതൊക്കെ ലൊക്കേഷനാണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. എവിടെ നിന്നൊക്കെ പങ്കെടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാം. നോർത്ത് പറവൂർ, കൊച്ചി, കണ്ണൂർ, ഇടുക്കി, കൊച്ചി, ഖത്തർ, ദുബായ്, പാലക്കാട്, മസ്കറ്റ്, എറണാകുളം, മല്ലപ്പള്ളി, നാമക്കൽ. ഗ്രേറ്റ്, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇപ്പൊ ആർക്കെങ്കിലും സൗണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ചെയ്യുക. സൗണ്ട് ലഭിക്കാത്തവർ ജോയിൻ ഓഡിയോ, വൈഫൈ ഓർ സെല്ലുലാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല ടൂൾസും ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ടൂൾസുകൾ. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ, അതിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം, അത് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. AI ഉപയോഗിച്ചുകൊണ്ട് ജോലി കണ്ടെത്താം, പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാം, ഗ്രാഫിക് ഡിസൈനും വീഡിയോസും ഒക്കെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓൺലൈനിലൂടെ ഒരു ബിസിനസ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയാമെങ്കിൽ മുതൽ മുടക്കില്ലാതെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന ടൂൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട്സ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൂളിലേക്ക് തന്നെ കിടക്കാം. ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടൂളിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ക്രിയേഷൻ ടൂളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ഒരു കിടിലൻ ടൂളാണ്. സൈറ്റിന്റെ പേര് mixo.io എന്നാണ് ഈ സൈറ്റിന്റെ പേര്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് നോക്കാം. ഞാൻ mixo.io എന്ന് പറയുന്ന സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. mixo.io എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ലഭിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ്
ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് നിർമ്മിക്കണമോ അത് ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കുക. ഓക്കെ, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഞാനിവിടെ ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, ക്രിയേറ്റ് എ 1 പേജ് ഓൺലൈൻ കൗൺസിലിംഗ് വെബ്സൈറ്റ് ഫോർ കപ്പിൾസ് ആൻഡ് റിലേഷൻഷിപ്സ്. ഓക്കെ, ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് എൻക്വയറീസ് വരണം. എൻക്വയറീസ് വരാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ആ ഒരു ഫോൺ നമ്പറിലേക്കാണ് നമുക്ക് എൻക്വയറീസ് വരേണ്ടത്. അപ്പോൾ ഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ട് ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. ഇത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഡിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ 2 കൈകളും ഫ്രീ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സെലക്ടിങ് ഇമേജസ്, റൈറ്റിംഗ് കണ്ടന്റ്, അത് കണ്ടന്റ് തനിയെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റ് ആൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, എത്ര പെട്ടെന്നാണ്, 1 മിനിറ്റ് പോലും എടുത്തില്ല, നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയി കഴിഞ്ഞു. വെബ്സൈറ്റിന് അവർ തന്നെ ഒരു പേര് ഇട്ടിരിക്കുന്നു, കപ്പിൾ കൗൺസിൽ എന്ന് പറയുന്ന ഒരു പേര് ഇട്ടിരിക്കുന്നു. നമുക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. താഴേക്ക് വരുമ്പോഴത്തേക്ക് സ്ട്രെങ്തൻ യുവർ ബോണ്ട് വിത്ത് കപ്പിൾ കൗൺസിൽ, പ്രൊഫഷണൽ ഓൺലൈൻ കൗൺസിലിംഗ്, അതേപോലെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജുകളൊക്കെ അത് തന്നെ എടുത്തിരിക്കുന്നു. ഓക്കെ, ഇതേപോലെ നമുക്ക് വെബ്സൈറ്റ് റെഡി ആയി കഴിഞ്ഞു. ഈ വെബ്സൈറ്റിനകത്ത് നമുക്ക് ഇതിന്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീജനറേറ്റ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈറ്റിന്റെ സ്റ്റൈല് അവർ ഒറ്റ ക്ലിക്കിൽ തന്നെ മാറ്റി തരും. നോക്കി, ഇപ്പോൾ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റീജനറേറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതിന്റെ സ്റ്റൈല് മാറ്റി തരുന്നതായിരിക്കും. ഇനി ഇതിനെ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് ലോഗോയും പേരും ഒക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? അതെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ബ്രാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നോക്കി, കസ്റ്റമൈസ് ബ്രാൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് കൊടുക്കണമെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ ഗാലക്സി കൗൺസിലിംഗ് എന്നാണ് നമ്മുടെ കൗൺസിലിംഗ് സെന്റർ എന്നിരിക്കട്ടെ. അപ്പോൾ ഗാലക്സി കൗൺസിലിംഗ് എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന് ആ ഒരു പേര് കിട്ടി കഴിഞ്ഞു. ലോഗോ ചേഞ്ച് ചെയ്യാൻ ലോഗോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അവർ നേരത്തെ തന്ന വെബ്സൈറ്റിന്റെ ലോഗോ മാറി നമ്മുടെ ലോഗോ വന്നു കഴിഞ്ഞു. ഇതേപോലെ ഇതിനകത്ത് എന്ത് ചേഞ്ചസും ഇനി വരുത്താൻ സാധിക്കും. ഫോട്ടോസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, കണ്ടന്റ് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഒരു ലിങ്ക് ആയിട്ട് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ലിങ്ക് ആയിട്ട് എടുക്കാൻ ഇവിടെ സൈറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇപ്പം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന സ്റ്റെപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് സൈറ്റ് കൊടുക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ലിങ്ക് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാനും വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്തൊക്കെ രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ലിങ്ക് തന്നെ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സെർവറിലേക്ക് ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റിനെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കംപ്ലീറ്റ് ഓട്ടോമേഷനിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കൊണ്ട് ഓൾമോസ്റ്റ് റെഡി ആകാൻ പോവുകയാണ്. ഫൈനൽ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ ചാറ്റിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈനലൈസിങ് സൈറ്റ് പബ്ലിഷ്, വെബ്സൈറ്റ് ലിങ്ക് റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഗാലക്സി കൗൺസിലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ചാറ്റ് വിൻഡോയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണമെങ്കിലും ഇതേപോലെ വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിന്റെ ലിങ്കാണ് ഞാനിവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്തത്. എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ നമുക്ക് 80% ജോലി ചെയ്തു തരും. ബാക്കി 20% ജോലി മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നിർമ്മിക്കുന്ന വെബ്സൈറ്റ് എക്കാലവും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എക്സ്പയർ ആകത്തില്ല. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് എക്കാലവും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ mixo.io എന്ന് പറയുന്ന ഒരു ലിങ്കും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണും. ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു കസ്റ്റം ഡൊമൈൻ ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, www.galaxycounseling.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ആക്കി മാറ്റണമെങ്കിൽ ഇതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് മാറാം. അതേസമയം ഈ ലിങ്ക് കൊണ്ട് തൃപ്തിപ്പെടാൻ റെഡിയാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
വെബ്സൈറ്റ് നിർമ്മിക്കാൻ യാതൊരു പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. മുൻ പരിചയമില്ലെങ്കിലും കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. സൈറ്റിന്റെ പേര് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. സൈറ്റിന്റെ പേര് mixo.io എന്നാണ് സൈറ്റിന്റെ പേര്. www.mixo.io ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സൈറ്റ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് സംശയമുള്ളവരൊന്ന് ഹോൾഡ് ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഡൈനാമിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഡൈനാമിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനാമിക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പേജുകളുള്ള വെബ്സൈറ്റ് നിർമ്മിക്കാനൊക്കെ സാധിക്കുന്നതാണ്. മൾട്ടിപ്പിൾ പേജസ് നിർമ്മിക്കണമെങ്കിലും ഇതിന്റെ പെയ്ഡ് വേർഷൻ ഉണ്ട്. ഈ മിക്സോയുടെ പെയ്ഡ് വേർഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേജുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഒരു 1.25 മണിക്കൂറിനുള്ളിൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു ടൂളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഏതാനും ചില ടൂൾസ് കണ്ടതിന് ശേഷം എല്ലാ ടൂൾസിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡിയാണ്. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ തന്നിട്ടായിരിക്കും സെഷൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പ് നമുക്ക് ചില ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്താം. ഓക്കെ, റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് നിർമ്മിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കണമെങ്കിൽ Gamma.app എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. Gamma.app എന്നാണ് ഈ സൈറ്റിന്റെ പേര്. ഈ ഒരു സൈറ്റിനകത്ത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പവർ പോയിന്റ് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഒരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ വാസ്കോ ഡ ഗാമയെ ഓർത്താൽ മതി, Gamma.app. ഓക്കെ, Gamma.appൽ വന്ന് നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഇമെയിൽ അഡ്രസ് ഒക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ കിട്ടും. ഇതിൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ സെന്ററിലുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. അതായത് കമാൻഡ് കൊടുത്ത് നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പോയിന്റ് ആണോ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കുക. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയുള്ള ഒരു പവർ പോയിന്റ് നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്ക് വേണം. ജസ്റ്റ് ഞാൻ ഇതിവിടെ കൊടുത്തിട്ട് ജനറേറ്റ് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഔട്ട്ലൈൻ ജനറേറ്റ് ചെയ്യും. ഔട്ട്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പവർ പോയിന്റിന് വേണ്ടുന്ന സ്ലൈഡുകളും ആ സ്ലൈഡുകളുടെ കണ്ടന്റുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യത്തെ സ്ലൈഡിൽ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സ്ലൈഡായിരിക്കും. അത് കഴിഞ്ഞാൽ ദ റൈസ് ഓഫ് AI, കീ ആപ്ലിക്കേഷൻസ് ഓഫ് AI, ഇങ്ങനെ ഓരോ ടോപ്പിക്കാണ് ഈ ഓരോ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പുതിയൊരു ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് കാർഡ് കൊടുത്തിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറയുന്ന ഒരു പേജ് ഞാനിവിടെ ആഡ് ചെയ്തു. ഇതിനെ നമുക്ക് 4ാം സ്ഥാനത്തേക്ക് ആക്കണമെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോയി ഇതേപോലെ 4ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ ഏത് സ്ഥാനത്തേക്ക് വേണമെങ്കിലും ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം പവർ പോയിന്റ് പ്രസന്റേഷന്റെ പലതരത്തിലുള്ള തീമുകളും സ്റ്റൈലുകളൊക്കെ ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കുറേ സ്റ്റൈലുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റൈല് സെലക്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കാൻ പോവുകയാണ്. ഓക്കെ, ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ തനിയെ പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിച്ച് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എൻ്റെ 2 കൈകളും ഫ്രീ ആണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ദ റൈസ് ഓഫ് AI ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്, ഈ ആപ്ലിക്കേഷൻസ് ഓഫ് AI. 3ാമത്തെ സ്ലൈഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ AI ആൻഡ് ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്ന 4ാമത്തെ സ്ലൈഡ്. എക്സാമ്പിൾസ് ഓഫ് AI ഞാൻ കൊടുത്ത ഒരു ടോപ്പിക്കാണ്. എക്സാമ്പിൾസ് ഓഫ് AI, അത് വിർച്വൽ അസിസ്റ്റൻസിനെ പറ്റിയൊക്കെ കൊടുത്തത്. ചലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് AI, അടുത്ത സ്ലൈഡ് റെഡി ആയി കഴിഞ്ഞു. AI ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഇവിടെ അത് തനിയെ പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിച്ചു തന്നു.
ഇത് നമുക്ക് 100% കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വന്നിരിക്കുന്നതിനകത്തുള്ള കണ്ടന്റുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമേജുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഈ ഇമേജിന് പകരം വേറെ ഇമേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ കണ്ടന്റിന് പകരം വേറെ കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇത് മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ മലയാളം കണ്ടന്റ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഏത് രീതിയിലുള്ള ചേഞ്ചസും ഇതിനകത്ത് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇതെങ്ങനെയാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നത്? ഈ വന്നിരിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷന് നമുക്ക് ഇപ്പൊ അതിരിക്കുന്നത് ഗാമ എന്ന് പറയുന്ന ആ ഒരു സൈറ്റിന്റെ അകത്താണ് ഇത് ഇരിക്കുന്നത് അല്ലെ. ഗാമയ്ക്കുള്ളിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ നമുക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പുറത്തേക്ക് എടുക്കാൻ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, എക്സ്പോർട്ട് PDF ഉണ്ട്, എക്സ്പോർട്ട് പവർ പോയിന്റ് തന്നെയുണ്ട്. നമുക്ക് പവർ പോയിന്റ് ഔട്ട്പുട്ട് തന്നെ എടുക്കാം. എക്സ്പോർട്ട് പവർ പോയിന്റ് കൊടുത്ത് ഇത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷനായിട്ട് ഇപ്പൊ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന പവർ പോയിന്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിന്റെ അകത്ത് വെച്ചും എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ പവർ പോയിന്റ് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഓക്കെ, അത് PPT ആയിട്ടത് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. എത്ര പെട്ടെന്നാണ് ആക്ച്വലി ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിച്ചു തന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മെയ്ഡ് വിത്ത് ഗാമ എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിന് യാതൊരുവിധ കോപ്പിറൈറ്റ് ഇഷ്യൂസും ഇല്ല. ഇത് കമ്പനി അലോ ചെയ്യുന്ന സംഗതിയാണ്. ഇതേപോലെ പവർ പോയിന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. എന്ത് ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിക്കും. പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാൻ പറ്റും, പുതിയ ഇമേജ് ആഡ് ചെയ്യാം, പുതിയ കണ്ടന്റ് ഒക്കെ ആഡ് ചെയ്യുകയോ ഇതിനകത്തുള്ളതിൽ ചിലതൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള ടൂൾസ് ഉള്ളപ്പോൾ നമ്മൾ സീറോയിൽ നിന്ന് ഒരു പവർ പോയിന്റ് നിർമ്മിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനകത്ത് കമാൻഡ് കൊടുക്കുക. ഇത് 80% കണ്ടന്റ് തരും. നമുക്ക് അതിനകത്ത് നിന്ന് വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 20% നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് ആഡ് ചെയ്യുകയും ആവശ്യമില്ലാത്തത് അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു ഹാഫി സാർ, താങ്ക് യു ഫോർ യുവർ കമന്റ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സംഗതി, നമ്മുടെ ജോലി എളുപ്പമാകും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും, അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വരെ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്പനിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, നമ്മുടെ ജോലിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, ബിസിനസ്സിൽ പെർഫോം ചെയ്യാൻ സാധിക്കും, നമ്മുടെ സമയം ലാഭിക്കാൻ സാധിക്കും. ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടൂൾ നമുക്ക് ഓക്കെ റെഡിയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചില ടൂൾസ് നമുക്കൊന്ന് കാണാം. അതിനു മുമ്പ് എങ്ങനെയാണ് ആക്ച്വലി ഇമേജുകൾ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് കണ്ടന്റ് എഴുതിക്കുന്ന ചാറ്റ് GPT അതേപോലെ തന്നെ ജെമിനി പോലെയുള്ള ടൂൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ ഈ ചാറ്റ് GPT എന്ന് പറയുന്ന ടൂൾ വന്നിട്ട് 1 വർഷത്തോളമായി. അതൊരു റെവല്യൂഷൻ തന്നെയായിരുന്നു. നിങ്ങൾ പലരും അത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉപയോഗിക്കാത്തവർ ഈ ക്ലാസ്സിന് ശേഷമെങ്കിലും ഉപയോഗിച്ച് തുടങ്ങുക. അതൊരു വലിയ റെവല്യൂഷൻ തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കണ്ടന്റും നമുക്ക് റൈറ്റ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് എന്ന് നോക്കാം. ചാറ്റ് GPT എന്ന് പറയുന്ന ടൂൾ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ചാറ്റ് GPT എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് GPTയുടെ ലിങ്ക് ലഭിക്കും. ഇതിനകത്ത് നമുക്ക് ഏത് ടൈപ്പിലെ കണ്ടന്റ്, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ലെറ്റർ എഴുതണം, അല്ലെങ്കിൽ മറ്റെന്ത് കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് എഴുതിക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് chat.openai എന്ന് പറയുന്ന ഈ ഒരു ലിങ്കാണ്. ഇതിന് മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ചാറ്റ് GPT എന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇതിന്റെ ആപ്ലിക്കേഷൻ. ഈ ചാറ്റ് GPTയുടെ ലിങ്ക് നമ്മൾ ഓപ്പൺ ആക്കിയോ അല്ലെങ്കിൽ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് എഴുതി തരും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ഈ കമാൻഡ് പറയുന്നത് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കമാൻഡിന് പൊതുവെ പറയുന്ന പേര് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രോംപ്റ്റ് എന്ന് കണക്കാക്കിയാൽ മതി. ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർ മൈ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഇന്റർ ഡെക്കർ ടാർഗറ്റിംഗ് റെസ്റ്റോറന്റ് ഓണേഴ്സ്. അത് എനിക്കൊരു ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഉണ്ട്. ഞാൻ റെസ്റ്റോറന്റ് നടത്തുന്ന ആൾക്കാർക്കാണ് ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി തരാൻ പറയുകയാണ്.
ഓക്കെ, ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർ മൈ ഇന്റീരിയർ ഡിസൈൻ കമ്പനി എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റർ അടിക്കുമ്പോൾ ഇത് തന്നെ കണ്ടന്റ് എഴുതി തരുവാണ്. ഓക്കെ, ഇത് എഴുതി തന്നിരിക്കുന്ന കണ്ടന്റ് നമുക്ക് നോക്കാം. നോക്കി, അറ്റൻഷൻ റെസ്റ്റോറന്റ് ഓണേഴ്സ്, അതായത് റെസ്റ്റോറന്റ് ഓണേഴ്സിനെ പിന്നെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. റെഡി ടു എലിവേറ്റ് യുവർ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞ് കണ്ടന്റ് എഴുതി തന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഹാഷ്ടാഗുകൾ വേണം. കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഹാഷ്ടാഗുകൾ വേണം. ഹാഷ്ടാഗുകൾ ഉൾപ്പെടെയാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. ഓക്കെ, ഹാഷ്ടാഗുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പം ഈ കണ്ടന്റ് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറ്റി എഴുതി തരും. എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതി തരുന്നതാണ്. ഇത് എവിടെയെങ്കിലും കോപ്പി അടിച്ച് തരുന്നതോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തരുന്നതല്ല, ഇതിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് എഴുതി തരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കണ്ടന്റ് ഇപ്പോൾ ഇംഗ്ലീഷിലാണ്. ഇത് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ടു മലയാളം കൊടുക്കാം. ഇത് മലയാളത്തിലേക്ക് ആക്കി തരും. പക്ഷേ ഇവിടെ ഇത് തെറ്റായിരിക്കും, ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് തെറ്റാണ് ചാറ്റ് ജിപിടിയിൽ. ഓക്കെ, ട്രാൻസ്ലേറ്റ് മലയാളം കൊടുത്തു നോക്കാം. നമുക്ക് ആദ്യം മലയാളം എഴുതാനുള്ള ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് എഴുതുന്ന ടൂൾ കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ട്രാൻസ്ലേറ്റ് മലയാളം കൊടുക്കുകയാണ്. മുകളിൽ എഴുതിയതിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് നോക്കി, അതിവിടെ മലയാളം എഴുതി തരുന്നുണ്ട്. കാരണം അത് വേർഡ് ബൈ വേർഡ് ആയിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പം മീനിങ്ങിലോ ഒക്കെ ഇതിനകത്ത് തെറ്റുണ്ട്. ചാറ്റ് ജിപിടിയെ കൊണ്ട് മലയാളം എഴുതിക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പം മലയാളത്തിലുള്ള കണ്ടന്റ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗൂഗിളിന്റെ ബാർഡ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ബാർഡ് എന്ന് പറയുന്ന ടൂൾ അല്ലെങ്കിൽ ജെമിനി എന്നാണ് അതിന് പുതിയ പേരെന്ന് പറയുന്നത്. ഓക്കെ, ഗൂഗിൾ ബാർഡ് അല്ലെങ്കിൽ ജെമിനി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ജെമിനിയുടെ ലിങ്ക് ലഭിക്കും. നോക്കി, ഞാൻ ഗൂഗിൾ എടുത്തിട്ട് ജെമിനി എന്നൊന്ന് സെർച്ച് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ചാറ്റ് ജിപിടി എന്ന് പറയുന്നത് ചാറ്റ് ജിപിടിയോ ജെമിനിയോ ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എന്ത് കാര്യത്തിനും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലീവ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം. റൈറ്റ് എ ലീവ് ലെറ്റർ ഫോർ 1 വീക്ക്. എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം, ഒരു ലീവ് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അത് ലീവ് ലെറ്റർ എഴുതി. പിന്നെ അല്ലെങ്കിൽ ഒരു എസ്സേ, റൈറ്റ് ആൻ എസ്സേ അബൌട്ട് പിന്നെ ഡെമോക്രസി ഓഫ് ഇന്ത്യയുടെ ഡെമോക്രസിയെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ അത് എസ്സേ എഴുതി തരും. അത് എവിടെയെങ്കിലും കോപ്പി അടിച്ച് എഴുതി തരുന്നില്ല, അത് അതിന്റെ സ്വന്തം നിലയ്ക്ക് എഴുതി തരുന്നതാണ്. ഒരു കഥ എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഥ എഴുതി തരും. ഇതെല്ലാം ചെയ്തു തരുന്ന ടൂളുകളാണ് ഈ പറയുന്ന ജെമിനിയും അതുപോലെ തന്നെ ചാറ്റ് ജിപിടിയും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ബിസിനസ് ആസ്പെക്ട്സിൽ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിവിടെ മലയാളത്തിലുള്ള ഒരു കണ്ടന്റ് ജെമിനിയെ കൊണ്ട് എഴുതിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ എനിക്കിപ്പോൾ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 10 പരസ്യവാചകങ്ങൾ വേണം എന്നിരിക്കട്ടെ. പരസ്യവാചകങ്ങൾ. ഇപ്പോൾ പരസ്യവാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം മിൽമയുടെ പരസ്യവാചകം എന്ന് പറയുന്നത് എന്താണ്? കേരളം കണി കൊണ്ടുണരുന്ന നന്മ. അപ്പം മൈജി എന്ന് പറയുന്ന ബ്രാൻഡിന് മൈജി വേറെ റേഞ്ചാണ് എന്നൊക്കെ മോഹൻലാലും പിന്നെ മഞ്ജു വാര്യരൊക്കെ വന്ന് ടി വിയിൽ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ പരസ്യവാചകങ്ങളാണ്. ഇതേപോലെ പരസ്യവാചകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഴുതി തരും. ഇപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്താണെന്ന് നോക്കിയുള്ളൂ. ഒരു ചെരുപ്പിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പരസ്യവാചകം വേണം. ഓക്കെ, ക്രിയേറ്റ് 10 ടാഗ് ലൈൻസ്. ടാഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പരസ്യവാചകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ മൈ ഫുട്വെയർ ബിസിനസ്. മലയാളത്തിൽ വേണമെങ്കിൽ ഇൻ മലയാളം എന്നും കൂടെ അവസാനം കൊടുക്കുക. മലയാളത്തിലാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ 10 ചോദിക്കുന്ന വേറെ ഒന്നിനുമല്ല, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ കമാൻഡ് നമുക്ക് കൊടുത്തു നോക്കാം. ഇത് എഴുതി തരുന്നുണ്ടോ നമുക്ക് നോക്കാം. എൻ്റർ കൊടുത്തു. ഇതിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. 1 2 3 4 5 6 7 8 9 10 എഴുതി തന്നു. ഓക്കെ, ആദ്യത്തെ പരസ്യവാചകം ചെരുപ്പിന് പറ്റിയതാണോ നോക്കാം. ഓക്കെ, കാലടികൾ വഴികളിലൂടെ സ്വപ്നങ്ങൾ നടക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് ഓരോ ചുവടും ഒരു കഥ. എന്ന് പറഞ്ഞാൽ ചെരുപ്പിന് പറ്റിയതായതുകൊണ്ടാണ് ചുവടെന്നൊക്കെ ഓരോ ചുവടും ഒരു കഥ രണ്ടാമത്തത് എഴുതുന്നതാണ്. സുഖത്തിന്റെയും സ്റ്റൈലിന്റെയും ചേർച്ച, നടക്കാനും ഓടാനും പറക്കാനും. ഓക്കെ, ഇതൊക്കെ നല്ലൊരു പരസ്യവാചകമാണ്. ചെരുപ്പിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പരസ്യവാചകമാണ്. നടക്കാനും ഓടാനും പറക്കാനും. ഇതേപോലെ 10 എഴുതി തന്നിരിക്കുകയാണ്. ഓക്കെ, കേരളത്തിന്റെ ചുവടുകൾ. ഇത് മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഷയാണെന്ന് അത് തിരിച്ചറിയുന്നു അല്ലേ. കേരളത്തിന്റെ ചുവടുകൾ എന്ന് ഒരു പരസ്യവാചകം ചെരുപ്പിന് മലയാളത്തിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ കേരളം മലയാള ഭാഷയുള്ള നാടാണ് കേരളം എന്ന് അത് മനസ്സിലാക്കുന്നു. അതാണ് അതിന്റെ കാരണം.
എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇന്റലിജൻസ് ഉള്ള സംഗതിയാണ് ഈ ജെമിനി എന്ന് പറയുന്നതായിക്കോട്ടെ, ചാറ്റ് GPT എന്ന് പറയുന്നതായിക്കോട്ടെ. അപ്പൊ ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് കമാൻഡ് കൊടുക്കാം? 10 more എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 20 more എന്ന് കൊടുക്കുക, വീണ്ടും എഴുതി തരും. 10 more എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എഴുതി തരുന്നുണ്ടോ നമുക്ക് നോക്കാം. 10 more എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു, അത് വീണ്ടും 10 എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കമാൻഡ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടന്റ്, ഒരു പരസ്യവാച ഓക്കെ, വീണ്ടും 10 വന്നിട്ടുണ്ട്. വിശ്വാസം കാലുകളിൽ കയറുക, മഴയും വെയിലും വകവയ്ക്കാതെ, ഓരോ ചുവടും ഓർമ്മയായി, ഓക്കെ, കാലടികളുടെ പാട്ട്, ഇങ്ങനെ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടടി, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഒരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കാനായിക്കോട്ടെ, ഒരു പരസ്യവാചകം കണ്ടുപിടിക്കാനായിക്കോട്ടെ, കണ്ടന്റ് എഴുതാനായിക്കോട്ടെ, എന്ത് സംഗതിക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൂൾസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിലും ഇത് യൂസ് ചെയ്യാം. ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇമെയിൽ അയക്കണമെങ്കിൽ ഇതിനകത്ത് വന്ന് ഓക്കെ, ഇവിടെ റൈറ്റ് ആൻഡ് ഇമെയിൽ, ഓക്കെ, പലപ്പോഴും ഇപ്പം ഇംഗ്ലീഷിലൊക്കെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ചിലപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് തെറ്റ് വരുമോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ് ആൻഡ് ഇമെയിൽ ഫോർ 7 days ലീവ്. ഓക്കെ, 7 ദിവസത്തെ ലീവ് ടു മൈ ബോസ് സന്തോഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷ് എന്നുള്ള പേരിൽ തന്നെ ഇമെയിൽ എഴുതരും. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ജസ്റ്റ് എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുക്കുമ്പോൾ അത് 7 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ടുള്ള ഒരു ലീവ് ലെറ്റർ തന്നെ എഴുതി തന്നിരിക്കുന്നത്. ഓക്കെ, സബ്ജക്റ്റ് ലീവ് റിക്വസ്റ്റ്, യുവർ നെയിം എന്നുള്ളത് എൻ്റെ പേര് ജസ്ലിൻ, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡിയർ സന്തോഷ് എന്ന് വന്നിരിക്കുന്നുണ്ടോ? അതായത് സന്തോഷ് എന്ന് പറയുന്ന ബോസിന് വേണ്ടിയിട്ടാണ് എഴുതേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം റൈറ്റിംഗ് എ റിക്വസ്റ്റ് ഓഫ് ലീവ് ഫോർ ദി ആബ്സെൻസ് ഓഫ് 7 days. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുക്കാനുള്ള കോളം അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് താങ്ക് യു ഫോർ യുവർ കൺസിഡറേഷൻ സിൻസിയർലി, എൻ്റെ നെയിം ഫില്ല് ചെയ്യേണ്ടത് ഫില്ല് കൊടുത്താൽ മതി. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രാഫ്റ്റ് ഇൻ ജിമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജിമെയിലിൽ ഓപ്പൺ ആവും. ഇവിടെ തന്നെ അടിയിൽ ഡ്രാഫ്റ്റ് ഇൻ ജിമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിം ഇമെയിൽ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് വേണ്ട, നേരെ ഇത് ജിമെയിലിൽ ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ട് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ചേഞ്ചസും വരുത്തിയിട്ട് നോക്കിയാൽ സെയിം സംഗതി തന്നെ ഇവിടെ ഇമെയിൽ കമ്പോസിഷനിലേക്ക് വന്നു. ഇവിടെ ഞാൻ ആർക്കാണോ അയക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇമെയിൽ അഡ്രസ്സ് കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്തുക, സെൻഡ് കൊടുക്കുക, ഇമെയിൽ സെൻഡ് ആയി കഴിഞ്ഞു. ഇതാണ് ആക്ച്വലി പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT പാടും ഏത് ടൈപ്പിലുള്ള കണ്ടന്റ് എഴുതാനും ഉപയോഗിക്കാൻ സാധിക്കും. ഇമെയിൽ എഴുതാനോ ഫേസ്ബുക്ക് പോസ്റ്റിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം, ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിക്കാൻ, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിർമ്മിക്കാൻ, വാട്സാപ്പിൽ ഇടാനുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ കണ്ടന്റ് മാത്രം പോരാ, യഥാർത്ഥത്തിൽ നല്ല ഇമേജുകളും വേണ്ടി വരും അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിലോ മറ്റു പല ആവശ്യങ്ങൾക്കോ ഇമേജ് വേണ്ടി വരും. അതിനുള്ള ടൂൾ കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് കമാൻഡ് കൊടുത്ത് ഇമേജ് നിർമ്മിക്കാനുള്ള ടൂളാണ് ബിങ് എന്ന് പറയുന്ന ടൂൾ. bing.com/create എന്നാണ് ടൂളിന്റെ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയാം. ഇത് മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. bing.com/create എന്നാണ് ഈ ലിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് കമാൻഡ് കൊടുത്ത് ഇമേജ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, bing.com/create ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മളൊരു ഫ്രീ അക്കൗണ്ട് എടുത്ത് കയറണം. ഫ്രീ ആണിത്, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ പുതിയ പേരെന്ന് പറയുന്നത് കോപ്പൈലറ്റ് എന്ന് പറയും. മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് എന്നാണ് ഇതിന് പുതിയ പേര്. ഇവിടെയാണ് ആക്ച്വലി നമ്മൾ കമാൻഡ് കൊടുക്കുന്നത്. കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇമേജ് ഉണ്ടാക്കി തരും. ഓക്കെ, നമുക്കൊരു കമാൻഡ് കൊടുത്തു നോക്കാം. കമാൻഡിന് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമാൻഡിന് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്, ഇമേജ് നിർമ്മിക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ബ്രാൻഡ് നെയിം ഫ്രാഗ് മാജിക്. അതായത് എനിക്കൊരു പെർഫ്യൂം ബോട്ടിലിന്റെ ഇമേജ് ആണ് വേണ്ടത്. ഓക്കെ, 3D റെൻഡർ എന്ന് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, നല്ല 3D ഷേപ്പിലുള്ള ഇമേജ് വേണം. അതിലൊരു ബ്രാൻഡ് നെയിം കൂടെ വേണം ആ ബോട്ടിലിനകത്ത്, ഫ്രാഗ് മാജിക്. ഓക്കെ, ഈ ഒരു കമാൻഡ് നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തു നോക്കാം. കൊടുത്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിലുള്ള റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് തന്നെ ഇമേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത് ഫേസ്ബുക്കിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ എവിടെ നിന്ന് എടുക്കുന്നതല്ല, ഇന്റർനെറ്റിൽ നിന്ന് എടുക്കുന്നതേ അല്ല. ഇതിപ്പോൾ സ്വന്തം ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് നിർമ്മിച്ചു തരുന്ന ഇമേജ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, മനോഹരമായിട്ടുള്ള 2 ഇമേജുകൾ നിർമ്മിച്ചു തന്നു. അതാ ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം വന്നിട്ടുണ്ടോ നോക്കി. നല്ലൊരു ബോട്ടിലിന്റെ പടം വന്നിട്ടുണ്ട്. ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഈ ഫ്രാഗ് മാജിക് ബോട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഡൗൺലോഡ് ആകും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ആവശ്യം വരുന്നില്ല. ഗ്രാഫിക് ഡിസൈനറുടെ ആവശ്യമില്ലാതെ അത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നിർമ്മിച്ചു തരികയാണ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ, നമ്മുടെ ലോഗോയും ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇമേജ് തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഡിസൈനർ എന്ന് പറയുന്ന ടൂളിൽ ഓപ്പൺ ആകും. അവിടെ നമുക്ക് ഫോൺ നമ്പറും ലോഗോയും ഒക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതിന്റെ ഫൈനൽ ഡിസൈൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാഫിക് ഡിസൈനർ പൈസ കൊടുത്ത് നമ്മൾ കാത്തിരിക്കുന്നതിന് പകരം കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇമേജ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇതേ കമാൻഡ് കൊടുത്തിട്ട് വീണ്ടും ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് നിർമ്മിച്ചു തരും. ഓക്കെ, ഞാൻ വീണ്ടും ക്രിയേറ്റ് കൊടുക്കുകയാണ്, അത് വീണ്ടും നിർമ്മിച്ചു തരുന്നുണ്ടോ നോക്കാം. നമുക്ക് വേറൊരു കമാൻഡ് കൊടുത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമാൻഡ് കൊടുത്ത് ഇമേജ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അതിവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും സെയിം കമാൻഡ് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തത്. നോക്കി, നേരത്തെ തന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് ആണ് ജനറേറ്റ് ചെയ്ത് തന്നത്. എന്ന് പറയുന്നത് സെയിം കമാൻഡ് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഇമേജ് അല്ല തരുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് ആണ്. നോക്കി, ഫ്രാഗ് മാജിക് എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജ് ആണ് വന്നിരിക്കുന്നത് നോക്കിയേ. അപ്പൊ ഇതേപോലത്തെ ഒരു ഇമേജ് ഒക്കെ ഒരു ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി വേണം എന്നുള്ളതാണ്. മാത്രമല്ല നല്ല പൈസയും മേടിക്കും. ഇപ്പൊ കിട്ടിയ ഇമേജ് ആണ്. നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇമേജ് ഞാൻ ഒരു ഡിസൈൻ കൊടുക്കാൻ പോവുകയാണ്. ഡിസൈൻ ജനറേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ആദ്യം കൊടുക്കാം. കമാൻഡ് കൊടുത്ത ഔട്ട്പുട്ട് വന്നതിന് ശേഷം അതിന് കൊടുത്ത കമാൻഡ് എന്താണ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് കൊടുക്കുകയാണ്. വീണ്ടും അത് ഞാനിപ്പോൾ കൊടുത്ത പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇമേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമേജ് വന്നു കഴിഞ്ഞു. ഓക്കെ, 2 ഇമേജാണ് വന്നിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ എന്ത് കമാൻഡാണ് ഞാൻ കൊടുത്തത് എന്നൊക്കെ കാണിക്കാം. ഓക്കെ, ഇന്ത്യയിലുള്ള ഒരു പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം. 20 വയസ്സുള്ള ഒരു പെൺകുട്ടി യെല്ലോ ഷർട്ട് ധരിച്ചിരിക്കണം, ലക്ഷറി വാച്ചും കണ്ണടയൊക്കെ ധരിച്ചിരിക്കണം. പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, യെല്ലോ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്, കണ്ണാടിയുണ്ട്, ലക്ഷറി വാച്ച് ഉണ്ട്. ഇത് കൂടാതെ ഒരു ലക്ഷറി കാർ വേണമെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് സുപ്ര എന്ന് പറയുന്ന കാർ, വൈറ്റ് കളറിലുള്ള സുപ്ര MK6 എന്ന് പറയുന്ന കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സാൻഡ്ര എന്ന് പറയുന്ന പേര് നമ്പർ പ്ലേറ്റിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാൻഡ്ര എന്ന് പറയുന്ന പേര് നമ്പർ പ്ലേറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സാൻഡ്ര എന്ന് പറയുന്ന പേര് നമ്പർ പ്ലേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വന്നിരിക്കുന്ന ഇമേജിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കമാൻഡാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലത്തെ കമാൻഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പ്ലോർ ഐഡിയാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. എക്സ്പ്ലോർ ഐഡിയാസിൽ നിരവധി എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റ് ചില സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ കമാൻഡുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കമാൻഡുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും. അതൊക്കെ വെച്ച് നമുക്ക് കൂടുതൽ കമാൻഡുകൾ കൊടുത്ത് ഇഷ്ടമുള്ള ഏത് ഇമേജും നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. bing.com/create എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ടൂളാണ് നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കൂടാതെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ അതിന് ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂൾ. ഓക്കെ, ക്യാൻവ. ഓക്കെ, അതുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറിലാണെങ്കിൽ canva.com എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാം. മൊബൈലിലാണെങ്കിൽ ക്യാൻവയുടെ മനോഹരമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതുകൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്. ഓക്കെ, ക്യാൻവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്ന് നമുക്ക് എന്ത് ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ വേണോ എന്നുള്ളത് ജസ്റ്റ് ഇവിടെ സെർച്ച് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് കണ്ടെത്തി തരും. ഇപ്പം ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫർണിച്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഡിസൈൻസ് നമുക്കിവിടെ ഇപ്പൊ കാണാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം എടുത്ത് ഇതിനകത്ത് 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഒരു ട്രാവൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ.
ഇപ്പോൾ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം. അവിടെ സെർച്ച് ചെയ്യേണ്ടത് ട്രാവൽ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു റെസ്റ്റോറന്റ് ആണെന്നിരിക്കട്ടെ. റെസ്റ്റോറന്റ് ആണെങ്കിൽ റെസ്റ്റോറന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റെസ്റ്റോറന്റിനകത്തൊരു ബർഗർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ ബർഗർ ഫേസ്ബുക്ക് എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ബർഗറിന്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടാൻ ഓൾ ഫിൽറ്റേഴ്സിൽ വന്നിട്ട് ഫ്രീ എന്ന് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫ്രീയും പെയ്ഡും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ നമുക്ക് ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഫ്രീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ ടൂൾസും ഫ്രീ വേർഷൻ വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഫ്രീ വേർഷൻ വെച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഇതിലേത് വേണമെങ്കിലും എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്തുള്ള ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഒരെണ്ണം എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു ബർഗറിന്റെ ഒരു ഡിസൈൻ ഒരു മിനിറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇതിനെ നമുക്ക് ഗാലക്സി കഫേ എന്ന് പറയുന്ന കഫേയുടെ ഒരു ഡിസൈൻ ആക്കി മാറ്റാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആദ്യം ഈ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം. ഫോൺ നമ്പറിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് വലുതാക്കണമെങ്കിൽ ഇതിന്റെ കോർണറിൽ പിടിച്ച് നമുക്ക് ഇതേപോലെ വലുതാക്കുകയൊക്കെ ചെയ്യാം. ഓർഡറിനാവുന്നുള്ളത് വലുതാക്കണമെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ വലുതാക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സിന്റെ അവിടെ വെബ്സൈറ്റ് ഉള്ളവർക്ക് വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ വരുന്നതായിരിക്കും. ഇപ്പൊ ഗാലക്സി കഫേ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്കുണ്ടെങ്കിൽ galaxycafe.com എന്ന് കൊടുക്കാം. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ലോഗോയും കൂടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഗോയുടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ കൊടുത്തിരിക്കുന്ന ഡമ്മി ലോഗോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അവിടെ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് പുറമേ നിന്ന് ലോഗോയോ ഇമേജ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാനൊരു ലോഗോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാണ്. കാരണം ഈ ലോഗോയും ഇതിൽ തന്നെ ചെയ്തതാണ്. ഈ ഗാലക്സി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ലോഗോ ഇതിനകത്തുള്ള ഒരു ടെംപ്ലേറ്റ് എടുത്ത് അതിനെ എഡിറ്റ് ചെയ്തതാണ്. നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ചെയ്ത ബർഗറിന്റെ പോസ്റ്റ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഡിസൈനും ചെയ്തിട്ടില്ലാത്തവർക്കും ക്യാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അതാണ് ക്യാൻവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ ഫോട്ടോഷോപ്പ് പോലെയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയല്ല, ആർക്കും ചെയ്യാവുന്ന സംഗതിയല്ല. ഇപ്പം ചെയ്ത ഡിസൈനാണ്. നമ്മുടെ ഡിസൈനിനകത്ത് ഫോൺ നമ്പർ, നമ്മൾ കൊടുത്ത ഫോൺ നമ്പർ വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്ത വെബ് അഡ്രസ്സ് വന്നിട്ടുണ്ട്, ലോഗോ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് എന്താണ് എന്നുള്ളത് ചാറ്റ് വിൻഡോയിലേക്ക് ഇടുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ടെംപ്ലേറ്റ്സ് ഞാനിവിടെ സെർച്ച് ചെയ്ത് കാണിക്കാം. 1-2 പേരുടേത് കാണിക്കാൻ ശ്രമിക്കാം. എല്ലാവരുടെയും കാണിക്കാനുള്ളൊരു ഗ്യാപ്പില്ല. എന്ത് ബിസിനസ് ആണ് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, പ്രിന്റിംഗ് ഉണ്ട്, ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ, ഇൻഷുറൻസ്, ടീച്ചിങ്, ഓക്കെ, ഗോൾഡ് ലോൺ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, പ്രിന്റിംഗ് സർവീസ് ഉണ്ട്. ഓക്കെ, ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ വരിക, നമ്മുടെ ക്യാൻവയുടെ സൈറ്റിലേക്ക് വരിക. സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് സെർച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ചാറ്റിൽ കമന്റ് ചെയ്തിരിക്കുന്നതിൽ ചിലതൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ, ക്ലോത്തിങ് സ്റ്റോർ നടത്തുന്നവരുണ്ട്. അപ്പം ഞാനിവിടെ ക്ലോത്ത്സ് എന്ന് തന്നെ കൊടുത്തു. ക്ലോത്ത്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതെല്ലാം ക്ലോത്ത്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ചാറ്റിൽ ഫർണിച്ചർ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഓക്കെ, സ്പോർട്സ് ഷോപ്പ് നടത്തുന്നവരുണ്ട്. ഓക്കെ, സ്പോർട്സ് എന്ന് നമ്മൾ ജസ്റ്റ് കൊടുക്കാം. സ്പോർട്സിന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണമെങ്കിൽ സ്പോർട്സ് ഫേസ്ബുക്ക് എന്ന് കൊടുക്കുമ്പോൾ
സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഇതേപോലത്തെ ഡിസൈൻസ് നമുക്ക് കിട്ടും. ഓക്കെ, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നവർക്ക് ഇതിനകത്തുള്ള ഏത് ഡിസൈനും എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ക്ലയന്റിന് അനുസരിച്ചിട്ടാണല്ലോ വരുന്നത്. ഓക്കെ, ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ ഇവിടെ ടീച്ചിങ് കൊടുക്കാം. അതിന് പറ്റിയ ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങളുടെ എന്ത് ബിസിനസ് ആണോ അതിനെ പറ്റിയ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറെണ്ണം എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ഇമേജ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമല്ലോ. ഓക്കെ, വെഡിങ് ഡ്രസ് റെന്റൽ, വെഡിങ് ഡ്രസ് എന്ന് തന്നെ ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, വെഡിങ് ഡ്രസ് എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തത്. വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, വെഡിങ് ഡ്രസ്സിന് പറ്റിയ രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് വന്നിരിക്കുന്നു. ഇതിനകത്ത് നമ്മുടെ ഡ്രസ്സിന്, അതായത് നമ്മൾ സെല്ല് ചെയ്യുന്ന ഡ്രസ്സിന്റെ ഇമേജ് വേണമെങ്കിൽ അതെടുത്ത് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലാതെ ഇവര് തരുന്ന ഇത് തന്നെ എടുത്ത് ഉപയോഗിക്കണമെന്നില്ല. ഇതിനകത്ത് എല്ലാം കസ്റ്റമൈസബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, കമന്റ് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും കാണിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. എനിവേ, നിങ്ങളെ ഒരു സ്പിരിറ്റിന് വെരി ഗുഡ് സ്പിരിറ്റ്. കമന്റ് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സെർച്ച് ക്യാൻവയിൽ നടത്തുക. പെട്ടെന്ന് തന്നെ ഡിസൈൻ കിട്ടും. എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് അങ്ങ് എടുക്കുക, യൂസ് ചെയ്യാവുന്നതാണ്. ലോഗോയ്ക്ക് ആയിക്കോട്ടെ, ലോഗോ ആണ് വേണ്ടതെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ലോഗോ എന്ന് സെർച്ച് കൊടുക്കുക. ഓക്കെ, ജനറലി ലോഗോ എന്നുള്ള സെർച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഏത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ലോഗോ എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ലോഗോ എന്ന് കൊടുക്കുമ്പോൾ പല ബിസിനസ്സുകൾക്ക് പറ്റിയ ലോഗോയുടെ ഒരു മിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിനുള്ള ലോഗോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലോഗോ എന്ന് സെർച്ച് കൊടുക്കുന്നതിന് പകരം ഫുഡ് ലോഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലോഗോ തന്നെ നമുക്ക് കാണിച്ചു തരും. പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ, ഫുഡ് ലോഗോ എന്നാണ് കൊടുത്തത്. ഇപ്പൊ ഈ വന്നിരിക്കുന്നതെല്ലാം ഫുഡിന് പറ്റിയ ടെംപ്ലേറ്റുകളാണ്. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഫ്രീ ആണ്. ഇതിനകത്ത് 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. ഫ്രീ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിച്ചു. ഇടതുവശത്ത് നമുക്ക് ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളത് മാത്രം കാണിക്കും. ഓക്കെ, പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ ഒരു മാസത്തേക്ക് 500 രൂപയാണ്, ഒരു വർഷത്തേക്ക് ഒരു 4000 രൂപ വരും. പെയ്ഡ് പ്ലാനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഫ്രീയിൽ തന്നെ ഒരുപാട് സംഗതികൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഞാനിവിടെ കാണിച്ചത് ഫ്രീ വേർഷൻ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഓക്കെ ഓക്കെ, നമുക്ക് ഇതേപോലെ ഡിസൈൻസ് ചെയ്യാനും അല്ലെങ്കിൽ കണ്ടന്റ് എഴുതാനും മാത്രം പോരാ. നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് ബിസിനസ് ഉണ്ടാക്കേണ്ടി വരും. അതിനെന്ത് ചെയ്യേണ്ടി വരും? അതിന് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ പ്രോഡക്റ്റും സർവീസും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് കൂടുതലായിട്ട് എൻക്വയറീസ് കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലേ? എല്ലാ ദിവസവും എൻക്വയറീസ് വന്നുകൊണ്ടിരുന്നാലാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതിനെന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പം നമ്മൾ ഇടയിൽ കാണാറുള്ള സ്പോൺസേഡ് എന്നുള്ള പരസ്യങ്ങൾ, ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറീസ് ഫോൺ കോൾ ആയിട്ടോ വാട്സാപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഡേറ്റ ആയിട്ടോ ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ചില പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വിടാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് വിടാൻ സാധിക്കും. ഇപ്പോൾ വെബ്സൈറ്റിലേക്ക് വിടുന്ന ആഡിന് പറയുന്നത്, ഫേസ്ബുക്ക് ആഡിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്ന് പറയും. ട്രാഫിക് ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്കാണല്ലോ കൊണ്ടുവരും. ചിലതിൽ ക്ലിക്ക് ചെയ്യുമ്പം വാട്സാപ്പിലേക്ക് വരും. അപ്പോൾ അത് വാട്സാപ്പ് ചാറ്റ് ആഡ് എന്ന് പറയും, ഫേസ്ബുക്കിന്റെ വാട്സാപ്പ് ചാറ്റ് ആഡ്. ചിലത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോം ആയിരിക്കും വരുന്നത്. ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്ത്, ഇവിടെ ഒരു പരസ്യം വന്നിരിക്കുന്നു. ഇത് ഒരു കാറിന്റെ പരസ്യമാണ് വന്നിരിക്കുന്നത്, മോറിസ് ഗാരേജ് കാറിന്റെ പരസ്യം വന്നിരിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കി, അവരുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ് ഒക്കെ കളക്ട് ചെയ്യാനും അതേപോലെ കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിലും കളക്ട് ചെയ്യാനുള്ള ഫോം കിട്ടുന്നതാണ്. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ്. നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരും. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ അവർക്ക് കിട്ടുകയും അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്ന ആഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് എൻക്വയറീസ് വാട്സാപ്പിലോ ഫോൺ കോൾ ആയിട്ടോ ഒക്കെ വരുന്ന ടൈപ്പിലുള്ള അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് ഫേസ്ബുക്കിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിനകത്ത് പോസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഇടതുവശത്ത് പേജസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക.
പേജ് ഉള്ളവർ ആ പേജ് നിലനിർത്തുക, പേജ് ഇല്ലാത്തവർ ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഗാലക്സി കഫേ എന്ന് പറയുന്ന ഒരു പേജ് നിർമ്മിക്കണമെങ്കിൽ ഗാലക്സി കഫേ എന്ന് കൊടുക്കുക, പേജിനൊരു ലോഗോയും കവർ പിക്ചറും ഒക്കെ കൊടുത്ത് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. കവർ പിക്ചറും ലോഗോയും ഒക്കെ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേജിനകത്ത് ഇടുന്ന പോസ്റ്റുകൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എൻക്വയറീസ് നേടുന്നത്. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ പേജിനകത്ത് ഒരു പോസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഈ ഒരു പേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഈ ഒരു പേജിനകത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ഇട്ടിരിക്കുന്ന ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ്. ഇതേപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പേജിനകത്ത് പോസ്റ്റ് ഇടുമ്പോൾ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഈ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, പേജിനകത്തേക്ക് പോസ്റ്റ് ഇടുക. പോസ്റ്റ് ഇട്ടതിന് ശേഷം എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നോക്കിയുള്ളൂ. ജസ്റ്റ് ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടാർഗറ്റ് ചെയ്യാനുള്ള ചില ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. ഏത് ലൊക്കേഷനാണ്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് സർവീസ് സെല് ചെയ്യുമ്പോൾ നമുക്കൊരു ഏരിയ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ, അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് മെൻ ഓർ വിമൻ ചൂസ് ചെയ്യാൻ സാധിക്കും. പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്യണോ, സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യണോ, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെയാണ് ഈ പരസ്യം കാണിക്കേണ്ടത്. നമുക്കിവിടെ ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ലൊക്കേഷൻ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്നിരിക്കട്ടെ, ഇത് തൃശ്ശൂർ സിറ്റിയിലാണ്. അപ്പോൾ തൃശ്ശൂർ എന്ന് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ ലൊക്കേഷൻ നമുക്ക് ഇതേപോലെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇതിന്റെ വലിപ്പം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും, ആ ലൊക്കേഷന്റെ വലിപ്പം. അതേപോലെ തന്നെ ഏത് ലൊക്കേഷൻ ആണെന്ന് നമുക്ക് ഇതേപോലെ സർക്കിൾ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. സർക്കിളിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. കേരളം ഫുള്ള് വേണമെങ്കിൽ കേരളം ഫുള്ള് സെലക്ട് ചെയ്യാം. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങൾ വേണോ, ഏതൊക്കെ സ്ഥലങ്ങളിൽ ആണോ നമുക്ക് പരസ്യം കാണിക്കേണ്ടത്, അതെല്ലാം നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനകത്ത് വീണ്ടും ടാർഗറ്റിംഗ് ഉണ്ട്. ഈ ലൊക്കേഷനിലുള്ള ഏത് ടൈപ്പിലുള്ള ആൾക്കാരെ കാണിക്കണോ എന്നുള്ളത്, ബിസിനസ് ഓണേഴ്സിനെ കാണിക്കണോ, ഹൗസ് വൈഫ്സിനെ കാണിക്കണോ, സ്റ്റുഡൻസിനെ കാണിക്കണോ, അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് ഓണർ, ഹൗസ് വൈഫ്, സ്റ്റുഡൻസ്, ആർക്കിടെക്ട്സ്, അങ്ങനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരാണെങ്കിൽ ഫുഡ് എന്ന് സെലക്ട് ചെയ്താൽ മതി. ഫുഡിൽ താല്പര്യമുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് എന്ന് സെലക്ട് ചെയ്താൽ മതി. ഇൻഷുറൻസ് പോളിസി സെല് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുത്താൽ മതി. ഇൻഷുറൻസിൽ താല്പര്യമുള്ള ആൾക്കാരെ പരസ്യം കാണിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട്, അവരുടെ ജോബ് വെച്ചിട്ട്, അവരുടെ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട്, അതേപോലെ തന്നെ അവരുടെ ലൊക്കേഷൻ വെച്ചിട്ട്, ഇതെല്ലാം വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ ഒരു ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് അതങ്ങ് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ ഒരു ആഡ് കൊടുക്കുന്ന സമയത്ത് ആഡ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇവിടെ കാണിക്കും. അതിനടിയിൽ എന്ത് ബട്ടൺ വേണോ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കോൾ ചെയ്യുന്ന ബട്ടൺ വേണോ, വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യുന്ന ബട്ടൺ വേണോ, എന്ത് ബട്ടൺ വേണോ എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട്. ഇവിടെ നമുക്ക് ഏത് ഫോൺ നമ്പർ കൊടുക്കണമെന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ ആണ്. ഇതിന്റെ എന്ത് കോസ്റ്റ് ആണ് വരുന്നത്? ഇതിന്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 90 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ കാണിക്കും. ഇപ്പം 90 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1000-1500 പേരെ ആയിരിക്കും കാണിക്കും ടാർഗറ്റഡ് ലൊക്കേഷനിലുള്ള. നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ച് 10,000-ഓ 1,00,000-ഓ 5,00,000-ഓ 10,00,000 എത്ര ആൾക്കാരെ കാണിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ബഡ്ജറ്റ് നമുക്ക് തീരുമാനിക്കാം. എത്ര ദിവസം ഓടിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇതിനകത്ത് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ് പൈസ അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വഴി ഇതിലേക്ക് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യുകയും നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പലരും സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആഡുകളാണ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാണാറുള്ളത്. ഓക്കെ, അപ്പൊ അത് ചെയ്യുവാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എൻക്വയറീസ് കിട്ടുകയും നമുക്ക് അതിനകത്ത് കൺവേർഷൻസ് കിട്ടുകയും ചെയ്യും. ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്ന റൂട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വന്ന റൂട്ട് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പരസ്യം കണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്തു, അത് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് കോൺടാക്ട് ചെയ്തു, ഫ്രീ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു, ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു, അങ്ങനെയാണല്ലോ ഇതിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സെറ്റ് ചെയ്ത് കൊടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഓൺലൈൻ മണി മേക്കിംഗ് താല്പര്യമുള്ളവർ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് പ്രകാരമാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും ചെയ്തത്. അതുപോലെയാണ്
നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായിക്കോട്ടെ, സർവീസ് എന്തായിക്കോട്ടെ, ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തുകയും എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇതുപോലെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമുക്ക് എൻക്വയറീസ് കിട്ടുകയും അതിൽ നിന്ന് ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ്. ഏത് രീതിയിൽ ബിസിനസ്സിനെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് തന്നെ ഒരു കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഫേസ്ബുക്കിലുണ്ട്. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനൽ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാനലിലേക്ക് വരും. ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് വരും. ഇവിടെ പലതരത്തിലുള്ള ആഡ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അടുത്ത ലെവലിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു ഡിസ്കഷനിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പെയ്ഡ് ക്ലാസ് ഉണ്ട്, അതിനെപ്പറ്റി കൂടി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുന്നുള്ളത്. അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ടോപ്പിക് എന്താണ് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വീഡിയോസ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, ഇതേപോലത്തെ വീഡിയോസ് എങ്ങനെ. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. ഇതേപോലെ അവതാർസിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും. ഇതേപോലത്തെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ എന്റെ ഫോട്ടോ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇതിപ്പോ എന്റെ ഒരു ഫോട്ടോയാണ്, സ്റ്റില്ലാണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കിക്കോ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. എൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നതും അതുപോലെ തന്നെ കണ്ണുകൾ ചലിക്കുന്നതും തല കുലുങ്ങുന്നതുമെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ, അതേപോലെ തന്നെ മറ്റു പല ടൂൾസും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് എന്ത് പ്രോഗ്രാമാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് അത് ഞാൻ അവതരിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കും. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് കഴിഞ്ഞാൽ അതിന് ആൻസർ തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതായിരിക്കും. നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഓക്കെ, ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷന് അല്ലെങ്കിൽ ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആണെങ്കിലും 2 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ സാധിക്കും. അതായത് 1 ഇയർ ഡ്യൂറേഷൻ എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം പല ആക്ടിവിറ്റീസ് ചെയ്തു നോക്കുമ്പോഴായിരിക്കും സംശയങ്ങളുള്ളത്. ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇയറിലേക്കുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ഈ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സും 1 വർഷത്തേക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ 1 വർഷം വരെ കാത്തിരിക്കേണ്ട എല്ലാ ടോപ്പിക്കും പഠിക്കാൻ 2 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പലതരത്തിലുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ബിസിനസ് ഉള്ളവർക്ക് അത് സ്വന്തം ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം, ഇല്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ ടൂളുകൾ പഠിക്കുകയും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ടൂളുകൾ, അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ, ആമസോണിലൂടെ ബുക്കുകൾ സെല്ല് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെ, അപ്പൊ ബുക്ക് ക്രിയേഷനും ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നും അതെങ്ങനെയാണ് AI ഉപയോഗിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, AI ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് മാർക്കറ്റിംഗ്, യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നിടം മുതൽ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അത് മോണിറ്റൈസ് ചെയ്യുന്നത്, അതുവഴി വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ, അതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതൊക്കെ വരുന്നുണ്ട്. AI ബേസ്ഡ് ഉള്ള വീഡിയോ ക്രിയേഷൻ, AI ഉപയോഗിച്ചുകൊണ്ട് ജോബ് കണ്ടെത്തുന്നത്, അതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മിക്സോ എന്ന് പറയുന്ന ടൂൾ കണ്ടു. അത് കൂടാതെ മറ്റൊരു ടൂൾ നമ്മൾ ഉടനെ കാണുന്നുണ്ട്. മണി മേക്കിംഗ് ആസ് ഒരു അഫിലിയേറ്റ് ആയിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ചെലവില്ലാതെ. അതും ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് 25ഓളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ കവർ ചെയ്യുന്നുണ്ട്. ChatGPT ഇൻ ഡീറ്റെയിൽ,
പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഡാലി 2, ഡാലി 3 എന്ന് പറയുന്ന ടൂള്, DID, മിഡ് ജേണി, ഹെയ്ജൻ, copy.ai, പിക്ടോറി, അങ്ങനെ നിരവധി ടൂളുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 16 മോഡ്യൂൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക്, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മോഡ്യൂള്, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോഡ്യൂളുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് മൺഡേ ആണ് ഇതിന്റെ ലൈവ് ക്ലാസ് നടക്കുന്നത്. മൺഡേ 7:30 to 9:30 ആണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. അങ്ങനെ 8 ലൈവ് ക്ലാസ്സുകൾ മൺഡേയിൽ നടക്കും. ഫ്രൈഡേയിൽ ഇതിന്റെ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഫ്രൈഡേസിലുണ്ട്, അതും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മെഗാ മീറ്റപ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. 2016 മുതൽ 2024 വരെ നമ്മുടെ പല കോഴ്സുകളിൽ പങ്കെടുത്തവരെല്ലാവരും കൂടെ ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ്. ഓൺലൈനിലാണ് മെഗാ മീറ്റപ്പ്. ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും, ജോലി കണ്ടെത്താൻ സാധിക്കും, ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെഗാ മീറ്റപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ കോഴ്സിനോടൊപ്പം മറ്റു പല ബോണസുകളും ലഭിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് അവതരിപ്പിക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് ലഭിക്കുന്ന മറ്റ് ബോണസുകളും. ഓക്കെ, സർട്ടിഫിക്കറ്റ് 2 മാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കും. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുപോലെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ തുടക്കത്തിൽ തന്നെ ലഭിക്കും. ക്യാൻവയുടെ പ്രീമിയം ഗ്രാഫിക്സ്, അതായത് പെയ്ഡ് ടെംപ്ലേറ്റ്സ്, ക്യാൻവയുടെ പെയ്ഡ് ടെംപ്ലേറ്റ്സ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും. 2 വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ, അതുപോലെ മെയിൻ കോഴ്സ് കൂടാതെ ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന മെയിൻ കോഴ്സ് കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്, ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഇതിന്റെ കൂടെ ലഭിക്കും. ഇ-കൊമേഴ്സ് മാസ്റ്ററി, വീഡിയോ ക്രിയേഷൻ മാസ്റ്ററി, ChatGPTയുടെ പ്രോംസിന്റെ ബണ്ടിലെല്ലാം ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 72,500 ആണ് ഈ ഒരു കോഴ്സിന്റെ വാല്യൂ വരുന്നത്. എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 ആണ്. ഓക്കെ, അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും. അത് 6,500 രൂപ മാത്രമാണ്. ഈ ഒരു സ്പെഷ്യൽ ഓഫർ കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെടേണ്ടത്. നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്ന ആ ഒരു എക്സിക്യൂട്ടീവ് ആരാണോ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഞാനിവിടെ കാണിക്കാം. അപ്പൊ ഇത് മാത്രമല്ല, ഇത് ക്ലാസിന്റെ എല്ലാ റെക്കോർഡിങ്സ് അടങ്ങുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം കൂടെ ഞാനൊന്ന് കാണിക്കാം. കഴിഞ്ഞ 1 വർഷം നടന്നിട്ടുള്ള ബാച്ചുകളുടെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് മുമ്പുള്ള ബാച്ചുകളുടെ എല്ലാം വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന സംഗതി നേരത്തെ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകൾക്ക് പോലും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം എല്ലാ ടോപ്പിക്കുകളും ഓൾറെഡി കഴിഞ്ഞ 1 വർഷമായിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ ഓഫർ ചെയ്തിട്ടുള്ള കോഴ്സുകളും ഇതിൽ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പിന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡ് സെറ്റ് ചെയ്ത് തരും. ആ യൂസർ നെയിമും പാസ്വേഡും, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ആയിരിക്കും യൂസർ നെയിം, പിന്നെ ഒരു പാസ്വേഡോട് സെറ്റ് ചെയ്തത്. അത് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇമ്മീഡിയറ്റ് ആക്സസ് ആണ്. ഓരോ ലൈവ് ക്ലാസ് കഴിയുമ്പോഴും ഇതിനകത്ത് റെക്കോർഡിങ്സ് വരികയും ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാനും പഠനം തുടങ്ങാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സമയത്തിന്റെ പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയത്തിന്റെ പ്രത്യേകത പ്രശ്നമുള്ളവർക്ക് പോലും ഇത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ബുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത്, ഇന്നത്തെ ക്ലാസ്സിന്റെ ലിങ്ക് ലഭിച്ചത് അവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും. ഇതേപോലെ അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. ഡീറ്റെയിൽസ് അയച്ചു തന്ന് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ അയച്ചു കൊടുക്കുക. പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഒക്കെ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെയ്ഡ് മെമ്പേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പെയ്ഡ് മെമ്പേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ലൈവ് ക്ലാസിന്റെ ലിങ്കുകളും സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകളും അതുപോലെ തന്നെ ക്ലാസ് റെക്കോർഡിങ്സ്, നേരത്തെ കഴിഞ്ഞ 1 വർഷത്തെ ക്ലാസ് റെക്കോർഡിങ്സും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാനിവിടെ ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ ഞാൻ സെറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസിന് ആൻസർ തരാനാണ് പോകുന്നത്.
നമ്മളിപ്പോൾ കവർ ചെയ്ത ടോപ്പിക്കുമായിട്ടോ കോഴ്സുമായിട്ടോ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉള്ളവർ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, ഞാനിവിടെ ടൈമർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ കവർ ചെയ്തിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പൊ കവർ ചെയ്ത സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. സജീവൻ സാർ അഡ്മിറ്റ് ചെയ്യാം. സുബിൻ ഖാൻ ഉണ്ട്, മനോജ്, ഉണ്ണികൃഷ്ണൻ. ആ ചോദിച്ചോളൂ. ഹലോ. ആ സാർ ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാറേ, ഞാൻ സൈറ്റില് ഒരു ഫ്രീ സൈറ്റ് ഉണ്ടാക്കി. ഓക്കെ, വെരി ഗുഡ്. അതില് പേയ്മെന്റിന്റെ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? പേയ്മെന്റ് ലിങ്ക്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻസ്റ്റാമോജോ പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് എടുക്കുന്ന പേയ്മെന്റ് ലിങ്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതാണോ ഉദ്ദേശിച്ചത്? പേയ്മെന്റ് ഗേറ്റ്വേ ലിങ്ക്? അതെ അതെ, പ്രോഡക്റ്റിന്റെ ഫോട്ടോ അതിൽ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ആ, അത് ആഡ് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ പ്രോഡക്റ്റ് റേറ്റ് എങ്ങനെയാന്ന് കൊടുക്കണ്ടേ? അവിടെ ഇമേജിൽ തന്നെ കൊടുക്കേണ്ട റേറ്റ്? അല്ല, നമുക്ക് അതിന്റെ അടിയിൽ കണ്ടന്റ് കൊടുക്കാൻ സാധിക്കും. ആ കണ്ടന്റിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ അടിയിൽ തന്നെ നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ സാധിക്കും. അതെ, അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഗ്രൂപ്പിലുള്ള അഡ്മിൻ ഒന്ന് അയച്ചു കൊടുക്കുക. അതിന്റെ സൊല്യൂഷൻ തരുന്നതായിരിക്കും. ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ശരി സാർ. പിന്നെ ഫേസ്ബുക്ക് പേജില് പേയ്മെന്റ് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? പേയ്മെന്റ് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെ, ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആ ഡിസ്ക്രിപ്ഷനകത്ത് പേയ്മെന്റ് ലിങ്ക് കൊടുക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റിലാണെങ്കിലും കൊടുക്കാൻ സാധിക്കും. അതെ, ഫേസ്ബുക്ക് പേജില് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഓരോന്നിനും ഓരോ റേറ്റ് അതായത് ചെയ്യാൻ പറ്റുമോ? ഒരു സിംഗിൾ പോസ്റ്റിനകത്ത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? സിംഗിൾ പോസ്റ്റിലാണ്. അതെ, സിംഗിൾ പോസ്റ്റിലാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ അതെ, പല പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ? അതെ, പല പ്രോഡക്റ്റിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റും. പിന്നെ എല്ലാ പ്രോഡക്റ്റും കൂടെ ഇമേജിൽ വരണമെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ക്യാൻവയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്, കൊളാഷ് എന്ന് പറയും. അതായത് പല പ്രോഡക്റ്റുകൾ ഒറ്റ പോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത്. കൊളാഷ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ സാർ, ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ സാർ ഇപ്പം കാണിക്കുന്നത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സാണ്. സാർ ജോയിൻ ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് ആയിരിക്കും. അതാണ് ചൊവ്വാഴ്ചത്തെ ബാച്ച് എന്ന് പറയുന്നത്. അതെ 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 അത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് എല്ലാം ഉണ്ടോ? ഇതിനകത്തുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസും അതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഉണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ആ ഒരു ഡിഫറൻസ് പറയണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുതരും, രണ്ട് കോഴ്സ് തമ്മിലുള്ള. ഈ മാസ്റ്ററി എന്ന് പറയുന്ന അതുണ്ടോ? അതായത് ഉണ്ട് മാസ്റ്ററി അതിനകത്തുണ്ട്. ഉണ്ട്. ഓക്കെ സാർ, അതിന്റെ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കാം. തീരെ ക്ലിയർ ഇല്ല. ഞാൻ സാർ അതിന്റെ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കാം, നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. സാർ ഇപ്പം ചോദിച്ചിരിക്കുന്നത് ജോയിൻ ചെയ്ത ആ കോഴ്സ് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നല്ലേ. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വരുന്ന ഒരു കോഴ്സാണ് ഈ AI കോഴ്സ് എന്ന് പറയുന്നത്. മറ്റത് കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ഉണ്ണികൃഷ്ണൻ സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ, എൻ്റെ പേര് ഉണ്ണികൃഷ്ണനാണ്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഈ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങും അതിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുമോ? അതേസമയം ഗോഡാഡിയിൽ നിന്ന് വാങ്ങുന്ന ഡൊമൈൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഗോഡാഡിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡൊമൈൻ നമ്മൾ അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് പെയ്ഡ് പ്ലാനിലാണെങ്കിൽ സാധിക്കുള്ളൂ. അതായത് മിക്സോയുടെ ഫ്രീ സൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഡൊമൈൻ ആഡ് ചെയ്യണമെങ്കിൽ ഒരു പെയ്ഡ് പ്ലാനിലേക്ക് അത് മാറ്റുകയാണെങ്കിൽ സാധിക്കും. ഈ പെയ്ഡ് പ്ലാനിൽ മാറ്റാൻ നമുക്ക് ഹോസ്റ്റിംഗും മാറ്റാൻ പറ്റും, ഡൊമൈനും ആഡ് ചെയ്യാൻ പറ്റും. അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രീ പ്ലാനിലാണെങ്കിൽ നമുക്ക്
ഇയർലി റിന്യൂവൽ ചാർജ് എന്ന് പറയുന്ന സംഗതി വരുന്നില്ല. ഓക്കെ അപ്പൊ ഇത് ഇതിനകത്ത് ഇപ്പൊ ഇയർലി പൈസയോ മന്ത്ലി പൈസയോ ഒന്നും കൊടുക്കണ്ട. Mixo.io എന്ന് പറയുന്ന ഇതിനകത്ത്. അതേസമയം നമ്മൾ ഇതിനെ ഒരു കസ്റ്റം ഡൊമൈൻ ആക്കി മാറ്റിയിരിക്കട്ടെ. ഇപ്പൊ galaxycounseling.com എന്നുള്ളതാക്കി മാറ്റുവാണെങ്കിൽ ഇതിന് ഇയർലി റിന്യൂവൽ ചാർജ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് മിക്സോ ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. Mixo ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നു അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞ് എന്താണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓഫർ കഴിഞ്ഞവരുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. 7,500 പിന്നെ 7,000. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 14,500 ആയിരിക്കും പേ ചെയ്യേണ്ടി വരുന്നത്. വെബ്സൈറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. digitalmagnetonline.com എന്ന വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 14,500 ആണ് കോഴ്സ് ഫീസ് വരുന്നത്. അതിന്റെ പേയ്മെന്റ് ലിങ്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. 14,500. അപ്പോൾ 6,500 എന്ന് പറയുന്ന ഒരു വെബിനാർ സ്പെഷ്യൽ ഓഫറാണ്. ഇപ്പോൾ പലരും പേയ്മെന്റ് അടച്ചായിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. പേയ്മെന്റ് അടച്ചവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ കൂടെ നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, മനോജ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹഫീസ് സാർ പെയ്ഡ്. താങ്ക് യു ഫോർ യുവർ പേയ്മെന്റ്. ഓക്കെ, മനോജ് സാർ. ഹലോ, ഞാനിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ഇരുട്ടത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ ഫീസ് സ്ട്രക്ചർ പറഞ്ഞത് 72,500 ആണ് പറഞ്ഞത്. ഇതൊരു ഇയർലി ഇതാണോ? അതായത് ഈ 72,500 എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് കോഴ്സിന്റെ വാല്യൂ ആണ്. അതായത് ഈ കോഴ്സിൽ ലഭിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും അതേപോലെ തന്നെ ഡിഫറെന്റ് കോഴ്സുകളും ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. ഇതെല്ലാത്തിന്റെ ഇവിടെ വാല്യൂ ആണ് 72,500. 72,500 അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 14,500 ആണ്. ഓക്കെ, ഈ 14,500 തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആണ്, വെബിനാർ സ്പെഷ്യൽ ഓഫർ 6,500. 6,500 അടച്ചാൽ ഈ കോഴ്സിനകത്തുള്ള എല്ലാ കണ്ടന്റും കിട്ടും. ഒരു വർഷത്തേക്കുള്ള പേയ്മെന്റ് ആണ് ഈ 6,500 എന്ന് പറയുന്നത്. അപ്പൊ 6,500 ഓഫർ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 14,500 എന്ന് പറയുന്ന നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന ടൈം നിങ്ങൾ അവറാണ് തോന്നുന്നു കൊടുത്തിരിക്കുന്നത് അല്ലേ? അതായത് ഏതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ടൈം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലല്ല, ഇത് മിനിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് അവരെ ഇൻഫോം ചെയ്യുക, നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക. അതെ, കാരണം എന്താ വെച്ചാൽ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത്. ശരി. ഓക്കെ, താങ്ക് യു. ഒന്നുകൂടി ചോദിച്ചോട്ടെ. ഓക്കെ, ഇത് ഒരു ഫോറിനിലുള്ള ഒരു ആൾക്കാണെങ്കിൽ, ഒരു കുട്ടിക്കാണ്, ഇപ്പൊ സപ്പോസ് എന്റെ മകൻ ഇപ്പോൾ ഫോറിനിലാണ് പഠിച്ചോണ്ട് ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവന് അത് ചെയ്യാൻ പറ്റും. കാരണം അതെ, അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ക്ലാസ്സുകൾ ഓൺലൈനിലാണ്. മാത്രമല്ല ക്ലാസിന്റെ ആ സമയത്ത് അത് മിസ്സായി പോയാലും റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ലിങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി അല്ലേ? അതെ, മെസ്സേജ് അയക്കുക, അതിന്റെ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, പലരും പേയ്മെന്റ് അടച്ചായിട്ടുള്ള മെസ്സേജ് ഇപ്പൊ ഇവിടെ ഗൂഗിൾ പേയിൽ പലരുടെയും പേയ്മെന്റ്സ് വന്നിട്ടുണ്ട്. നിസ, രമ്യ, അനന്ത, അബൂബക്കർ, ഗ്രേസി, ഇവരുടെയൊക്കെ പേയ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്ക് വഴി അടച്ചവരും അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് അടച്ചവരും അത് അയച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് വരികയാണ്. അതേപോലെ തന്നെ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണോ, ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണോ എന്നുള്ളത്. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ 6 സപ്പോർട്ട് സ്റ്റാഫുകളെ വെച്ചിരിക്കുന്നത് ബേസിക് നോളജ് ഉള്ളവർക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സപ്പോർട്ട് സിസ്റ്റം ഒരു വർഷത്തേക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ ഇത് പറയാൻ കാര്യം, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലുള്ള ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ആ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ നിനക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. കാരണം എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരല്പം സമയം എടുക്കും, അത്രമാത്രം. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം ഒരാൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം കിട്ടും, അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ബേസിക് മൊബൈലോ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും ഇത് പഠിക്കാനും സാധിക്കും, അത് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ
ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. സബീന മാഡം അൺമ്യൂട്ട് ചെയ്യാം. ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ, ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. ഓക്കെ ആക്ച്വലി ഞാനൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ബ്രാഞ്ച്. ഓക്കെ അപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാള്, ഇപ്പൊ വർക്ക് ചെയ്യണില്ല. അതെ അപ്പൊ എനിക്ക് ഈ AI കുറിച്ച് കൂടുതൽ അറിയണമെന്നും അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ AI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ജോബ് ഫീൽഡ്സ് ഉണ്ട് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ ഓക്കെ ഞാൻ അതിന് പറ്റിയൊരു കോഴ്സ് അന്വേഷണം നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഓക്കെ അപ്പോ എനിക്ക് ഇങ്ങനെ AI കുറിച്ച് ഇപ്പൊ അറിയാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിലൂടെ എങ്ങനെയാണ്, ബേസിക് ആയിട്ട് ഒരു കോഴ്സ് ആണോ സാർ അല്ലല്ല പറഞ്ഞൊരു? അല്ല, ഇത് ബേസിക്കിൽ നിന്ന് അഡ്വാൻസ്ഡിലേക്കാണ് പോകുന്നത്. കാരണം ഇതിനകത്തുള്ള കണ്ടന്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റ്സ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോരുത്തരും പുതിയ പുതിയ ടോപ്പിക്സും ടൂൾസും ആണ് മനസ്സിലാക്കുന്നതെങ്കിലും അതിൽ നിന്ന് അഡ്വാൻസ്ഡിലേക്ക് പോകും. കാരണം ഓരോ ടോപ്പിക്കിനെയും ടൂൾസിനെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. മാത്രമല്ല ഇതിനകത്തുള്ള റെക്കോർഡിങ്സ് എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ ക്ലാസ് കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സപ്പോർട്ട് സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരു സ്പീഡിൽ തന്നെ പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ സ്പീഡ് കുറച്ച് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. എനിക്കപ്പോ AI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇനി എന്തൊക്കെ ജോബ് ഫീൽഡ്സ് ആണ് ഉള്ളതെന്നും കൂടി അറിയണം. അപ്പൊ അത് ഓക്കെ, ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ്. തീർച്ചയായിട്ടും. അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പ്രാപ്തരാവുന്നതാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ചില സിമ്പിൾ കമാൻഡ്സ് ഞാനിവിടെ കാണിച്ചു. അപ്പൊ ഇതേപോലത്തെ കമാൻഡ്സ് മാത്രമല്ല, ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ 3-4 മണിക്കൂർ എടുക്കുന്ന ഒരു എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത് ഈ AI-ക്കകത്ത് ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. അതിനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. കോപൈലറ്റ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അതിൽ ചെന്നിട്ട് ക്രിയേറ്റ് ആൻ എക്സൽ ഷീറ്റ് ഫോർ ദിസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നിർമ്മിച്ചു തരും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. കാരണം അവരെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5-6 പേർക്ക് സാലറി കൊടുക്കുന്ന സ്ഥലത്ത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയാവുന്ന ഒരാൾ മതി. അപ്പം സ്വാഭാവികമായിട്ട് അവർക്കും ലാഭമാണ്. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ അവരെന്താ ചെയ്യുന്നത്, അവർ ഇത് ടൂൾസ് എടുത്ത് ലിവറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സംഗതിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അല്ല, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള മോഡ്യൂൾസുകളിലാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വരുന്നത്. അതായത് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിപ്പിക്കും ഇതിനകത്ത്. ഓക്കെ. അപ്പൊ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 കോഴ്സ് ആണോ, ഡിജിറ്റൽ മാർക്കറ്റിംഗും അതെ, AI-യും? AI-യും. അതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സും അതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ചില ടോപ്പിക്കുകൾ വരുന്നുണ്ട്. കാരണം ബിസിനസ് ചെയ്യുന്നവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടി വരുമല്ലോ. ഓക്കെ, അതെ. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഞാൻ വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് അതിനു മുമ്പ് ആക്ച്വലി ഏത് ബിസിനസ് വിജയിക്കാൻ നമ്മൾ 3 പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അപ്പൊ ഞാനിത് 2016 മുതലേ അപ്ലൈ ചെയ്യുന്ന സംഗതിയാണ്. 2016 എങ്ങനെയാണ് ആക്ച്വലി ഈ സോഫ്റ്റ്വെയർ ജോലിയിൽ നിന്ന് ഇതിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് 2015 വരെ വിപ്രോയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പം ഈ കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ കോഡ് അടിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സംഗതി ഇതേപോലെ ക്ലാസ്സുകൾ എടുക്കുക, ടീച്ചിങ്, ട്രെയിനിങ്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോബ് ആയതുകൊണ്ട് ആണ് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ടെക്കീസിന്റെ ഇടയിൽ മാത്രം നിന്നപ്പോൾ എല്ലാവരിലേക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹം. പിന്നെ ഒരു കാരണം കൂടെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്നതായിട്ട് പോലും ഫീൽ ചെയ്യത്തില്ല. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ആ ഒരു സ്റ്റേജിലാണ് പോകുന്നത്. എനിക്ക് ജോലി ചെയ്യുന്നതായിട്ട് പോലും ഫീൽ ചെയ്യത്തില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്താൽ നമുക്ക് പിന്നെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ്. അതുകൊണ്ടാണ് ആക്ച്വലി 2016 ഈ ഒരു മേഖലയിലേക്ക് വരികയും 2016 മുതൽ 2020 വരെ പിന്നെ ക്ലാസ്സുകളൊക്കെ ഹോട്ടലുകളിലൊക്കെ വെച്ചായിരുന്നു. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, ബാംഗ്ലൂർ, ബോംബെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രോഗ്രാംസ് നടത്തുമായിരുന്നു. കൂടുതലും കേരളത്തിലാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത് ഹോട്ടലുകളിലൊക്കെ പ്രോഗ്രാംസ് നടത്തുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 2020 ശേഷം ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലേക്ക് മാറ്റിയാണ്. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഇത് ഓൺലൈനിലേക്ക് വന്നു.
ഓൺലൈനിലേക്ക് വന്നപ്പോൾ ഓൺലൈനിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നു, എവിടെ നിന്ന് വേണമെങ്കിലും പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നു എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ക്ലാസ്സുകളെല്ലാം ഓൺലൈനിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 200ഓളം ട്രെയിനേഴ്സിനെ ഇവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം കോവിഡിന്റെ സമയത്ത് ഒരുപാട് ട്രെയിനേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഹോട്ടലുകളിൽ ക്ലാസ്സുകളോ പ്രോഗ്രാംസോ ഒന്നും നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്, ക്രിയേറ്റ് ആൻഡ് സെൽ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കേരളത്തിലുള്ള 200ഓളം ട്രെയിനേഴ്സ് എടുത്തിട്ടുള്ള കോഴ്സുകളാണ്. പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനേഴ്സ്, മോട്ടിവേഷണൽ ട്രെയിനേഴ്സ്, ഓൺലൈനിൽ ക്ലാസ്സുകൾ നടത്തുന്ന പല ട്രെയിനേഴ്സും നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൺലൈനായിട്ട് ഈ ഒരു കോഴ്സ് എടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിജിറ്റലി എംപവർ ചെയ്യുക, ബിസിനസ്സുകളെ എംപവർ ചെയ്യുക, വ്യക്തികളെ എംപവർ ചെയ്യുക ഡിജിറ്റലി, അതേപോലെ തന്നെ ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ആക്ച്വലി ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെയാണ് ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഓടിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് 3 പ്രിൻസിപ്പിളാണ് അതിന്റെ പിന്നിലുള്ളത്. ഈ പ്രിൻസിപ്പിൾസ് ഏത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ആ 3 പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ഈ കൂട്ടത്തിൽ പറയാം. ഓക്കെ റെഡിയാണ്? ഓക്കെ, താങ്ക് യു. ഏത് ബിസിനസ്സും വിജയിക്കാൻ ഈ ഒരു 3 പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക. വിൻ വിൻ വിൻ, അതായത് ഒരു ബിസിനസ്സിനകത്ത് 3 എൻറ്റിറ്റീസ് മിനിമം ഉണ്ടായിരിക്കും. കസ്റ്റമർ വിൻ ചെയ്യണം. അപ്പോൾ കസ്റ്റമറിന് നല്ല പ്രോഡക്റ്റും സർവീസും കൊടുത്തുകൊണ്ടിരിക്കുക. രണ്ടെന്ന് പറയുന്നത് നമുക്ക് കുറെ എംപ്ലോയി സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ എംപ്ലോയീസിന് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ് എല്ലാം കൊടുത്ത് അവരും വിൻ ചെയ്യുക. മൂന്നാമത് നമ്മളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും വിൻ ചെയ്യും. അതാണ് WWW കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിൻ 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 സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുക. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കസ്റ്റമർ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുക. ഇപ്പൊ ലൈഫ് ടൈം വാല്യൂ കിട്ടണമെങ്കിൽ അവർ തുടർച്ചയായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ, സർവീസുകൾ വാങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് എന്തുകൊണ്ടാണ് ഈ 1 ഇയർ സപ്പോർട്ടും അതുപോലെ തന്നെ 1 ഇയർ റെക്കോർഡിങ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തവർ മറ്റൊരു കോഴ്സിലും പിന്നീട് ജോയിൻ ചെയ്യണം. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഈ 1 ഇയർ സപ്പോർട്ടും അതുപോലെ തന്നെ 1 ഇയർ റെക്കോർഡിങ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നിലനിർത്തി കൊണ്ടുപോകുന്നത്. കാരണം എങ്കിൽ മാത്രമായിരിക്കും അതിനൊരു വാല്യൂ കിട്ടിയെങ്കിൽ മാത്രമായിരിക്കും അടുത്ത കോഴ്സിനെ പറ്റി നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ. അതാണ് ഈ ടോട്ടൽ വാല്യൂ ഓഫ് എ കസ്റ്റമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുക. മൂന്നാമത്തെ സംഗതി ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ടെക്നോളജിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അത് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിഞ്ഞാലും നമുക്ക് അവരെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 ബിസിനസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സാധിക്കും. കാരണം ലേറ്റസ്റ്റ് ടെക്നോളജി എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഫുൾ ടൈം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്നത് കൊണ്ടും ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇന്ററാക്ഷൻസ് ഉള്ളതുകൊണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഏത് ബിസിനസ് മേഖലയിലാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ടെക്നോളജി മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, ഏതിലാണെങ്കിലും. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഓഫർ എൻഡ് ചെയ്യാൻ 1 മിനിറ്റ് കൂടിയാണുള്ളത്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, 1 ഇയർ കോഴ്സ് സർട്ടിഫിക്കറ്റ് 2 മന്ത്സ് കഴിഞ്ഞ് കിട്ടുമോ? അതായത് 2 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് 2 മന്ത്സിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. കാരണം ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് എത്ര നാൾ നിങ്ങൾ കോഴ്സിലുണ്ടോ ആ കോഴ്സിന്റെ പീരീഡിലുള്ളതാണ് ആ ഒരു നിങ്ങളുടെ. അതിനുശേഷം നിങ്ങൾ എത്ര നാൾ ആക്ച്വലി കണ്ടിന്യൂ ചെയ്യുന്നു അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഇത്ര നാളത്തേക്കുള്ളത് വേണമെന്ന് പറയുകയാണെങ്കിൽ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ അന്ന് വരെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. 1 വർഷം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നവർക്ക് 1 ഇയറിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. വാല്യൂ എന്ന് പറയുന്നത് ഗൾഫിലും അതുപോലെ തന്നെ ഇന്ത്യയിലും എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെയുള്ള വെരിഫിക്കേഷൻസ് ഒക്കെ പല ഏജൻസികളും വിളിക്കുവാണെങ്കിൽ ആ റെക്കോർഡ്സും വെരിഫിക്കേഷൻസും ഒക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ നിരവധി പേര് നമ്മുടെ കോഴ്സിന് ശേഷം
ഗൾഫിലും അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. നമുക്ക് മറ്റു ചില ടോപ്പിക്കുകളിലേക്ക് കൂടെ പോകാനുണ്ട്. ലിയോ സാർ അൺമ്യൂട്ട് ചെയ്യാം. ആ ആ ആ അത് ഈ GPT ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുമോ നമുക്ക്? തീർച്ചയായിട്ടും. അതായത് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും, മൊബൈലിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമുക്കത് വർക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. മൊബൈലിലുള്ള ആപ്പിനെ കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ചാറ്റ് ജിപിടിയുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ, ചാറ്റ് ജിപിടി അല്ലേ സാർ ചോദിച്ചത്? അതെ അതെ അതെ, ചാറ്റ് ജിപിടി കമ്പ്യൂട്ടറിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. chat.openai എന്ന് പറയുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് ലിങ്കിനകത്ത് chat.openai എന്ന് പറയുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കമാൻഡ് കൊടുക്കാൻ സാധിക്കും. കമാൻഡ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പിന്നെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്ക് മറ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നത് ഇനി ഓഫർ അവൈലബിൾ ആണല്ലോ, ടൈമർ കഴിഞ്ഞതുകൊണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഓഫർ അവൈലബിൾ ആണെങ്കിൽ അറിയാൻ സാധിക്കും. പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഞാൻ മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ചില ടോപ്പിക്കുകളൂടെ കവർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് എങ്ങനെയാണ് വീഡിയോ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോസ് ഇവിടെ കാണിച്ചായിരുന്നു. ആ വീഡിയോസ് എങ്ങനെയാണ് നിർമ്മിച്ചത് നമുക്ക് നോക്കാം. അതിനുപയോഗിച്ചത് DID എന്ന് പറയുന്ന ടൂളാണ്, d-id.com. DID എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അവതാർ വീഡിയോസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വന്ന് നമ്മളൊരു ഫ്രീ അക്കൗണ്ട് നിർമ്മിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ കൊടുത്ത് ഒരു ഫ്രീ അക്കൗണ്ട് നിർമ്മിച്ച് നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കും. നമ്മുടെ ഒരു ജിമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സോ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് ഒരു വീഡിയോ പെട്ടെന്ന് നിർമ്മിക്കുന്നത് നോക്കാം. നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവതാറിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. നമുക്ക് ഇതുപോലെ നിരവധി അവതാർസ്, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഇന്ത്യൻ ടച്ചുള്ള അവതാർസും ലഭിക്കും. കൂടുതലും ഇംഗ്ലീഷുകാരും ഒക്കെ ആയിരിക്കും. പക്ഷെ എങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഫേസ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിലൊരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്താണോ സംസാരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഇപ്പൊ മലയാളത്തിലാണ് സംസാരിപ്പിക്കേണ്ടതെങ്കിൽ മലയാളം കൊടുക്കാം. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിർമ്മിക്കാം. ഇതാണ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളെ തന്നെ ശബ്ദം വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഭാഷ സെലക്ട് ചെയ്യുക, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മലയാളം ചൂസ് ചെയ്യാം. മലയാളത്തിൽ തന്നെ പുരുഷന്മാരുടെ ശബ്ദം വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ശോഭന എന്ന് പറയുന്ന ശബ്ദം സെലക്ട് ചെയ്യുക. എന്നിട്ട് ജനറേറ്റ് വീഡിയോ കൊടുക്കുക. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. ഒന്ന് അവതാറിനെ ചൂസ് ചെയ്യുക, രണ്ട് നമുക്ക് എന്താണോ സംസാരിപ്പിക്കേണ്ടതെന്നുള്ളത് കൊടുക്കുക, മൂന്ന് ഭാഷ സെലക്ട് ചെയ്യുക, ജനറേറ്റ് വീഡിയോ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അവതാർ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് ഇതുപോലെ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇതേപോലെ ഔട്ട്പുട്ട് കിട്ടും നമുക്ക്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി എൻ്റെ ഫോട്ടോ സംസാരിക്കണമെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഫോട്ടോയാണ് സംസാരിപ്പിക്കേണ്ടതെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓക്കെ, ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും.
ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് പ്രകാരം ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സംസാരിക്കും. ഇനി അതല്ല എൻ്റെ ശബ്ദം തന്നെ വേണമെന്നിരിക്കട്ടെ, ഞാൻ സംസാരിക്കുന്നതായിട്ടുള്ള ശബ്ദം തന്നെ വേണമെങ്കിൽ ഇവിടെ എനിക്ക് ആ ശബ്ദം അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സംസാരിക്കുന്നതായിട്ട് ലഭിക്കും. അതാണ് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ. ഈ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിച്ച വീഡിയോ ആണ്. അതിനകത്ത് നമുക്ക് AI ജനറേറ്റ് വീഡിയോ ഇഷ്ടമുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. എൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നതും അതുപോലെ തന്നെ കണ്ണുകൾ ചലിക്കുന്നതും തല കുലുങ്ങുന്നതുമെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഇതേപോലെയുള്ള വീഡിയോസ് വേണമെങ്കിലും സംസാരിക്കും. അപ്പോൾ നമ്മൾ തന്നെ സംസാരിക്കുന്ന വീഡിയോയിലോ ഒരു മോഡൽ സംസാരിക്കുന്നതൊക്കെ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാം. വീഡിയോ ക്രിയേഷൻ ഇത് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരു ടൂൾ കൂടെ ഈ കൂട്ടത്തിൽ പറയാം. വീഡിയോ ക്രിയേഷന് ഹേജൻ എന്ന് പറയുന്ന ടൂളും യൂസ് ചെയ്യാം. www.hagen.com ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഓൺലൈൻ മണി മേക്കിങ്ങിന്റെ ഒരു കിടിലൻ സംഭവം കാണാം. ഓൺലൈനിലൂടെ നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നമ്മൾ എന്തുകൊണ്ട് ഓൺലൈൻ മണി മേക്കിങ്ങിനെ പറ്റി ചിന്തിക്കണം എന്നുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് ഞാനിവിടെ അവതരിപ്പിക്കാം. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ് ജോബ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് ബിസിനസ് ആയിരിക്കും. എന്താണ് ആക്റ്റീവ് ജോബ്, ആക്റ്റീവ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, വരുമാനം കിട്ടുന്നു. പക്ഷെ ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ബിസിനസ് പിന്നിലായിപ്പോയി, അല്ലെങ്കിൽ ബിസിനസ് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പം നമ്മളൊരു പാസീവ് ഇൻകത്തിനെ പറ്റി കൂടെ ചിന്തിക്കണം. അതായത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വരുമാനം വരുന്ന ഒരു സിസ്റ്റം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിന് പാസീവ് ഇൻകം എന്നാണ് പറയുന്നത്. ഈ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡുകളിൽ ഒന്നാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. പാസീവ് ഇൻകത്തിനെ പറ്റി വാരൻ ബഫറ്റ് എന്ന മഹാനായ കോടീശ്വരനായ മനുഷ്യൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം വരുന്നൊരു സംവിധാനം ഇല്ല എങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് അൺടിൽ യു ഡൈ. നമ്മൾ മരിക്കുന്നത് വരെ ജോലി ചെയ്യേണ്ടി വരും. ശരിയല്ലേ? മരിക്കുന്നവരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം വരുന്നൊരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തില്ല എങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടുന്നിടത്തോളം കാലം അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം വരുന്നെന്ന് പറയാം. പെൻഷൻ കഴിഞ്ഞാൽ, റിട്ടയർ ആയി കഴിഞ്ഞാൽ, പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരാണെങ്കിലോ അവർക്ക് നല്ല സമ്പാദ്യം ഉണ്ടെങ്കിലേ പിന്നീട് അവർ മരിക്കുന്നവരെ നമുക്ക് ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാസീവ് ഇൻകത്തിനെ പറ്റി ചിന്തിക്കുക. പാസീവ് ഇൻകത്തിനെ പറ്റി ചിന്തിക്കുന്ന ഒരു PI എന്ന് കമന്റ് ചെയ്യാം. പാസീവ് ഇൻകത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു PI എന്ന് കമന്റ് ചെയ്യാം. പാസീവ് ഇൻകത്തിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, PI എന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിരവധി പേര് PI എന്ന് കമന്റ് ചെയ്യുന്നു. പാസീവ് ഇൻകം, വെരി ഗുഡ്. ഓക്കെ, പാസീവ് ഇൻകത്തിന് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. എന്നിട്ട് അതെങ്ങനെയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്നത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് കാണാം. ഓക്കെ, പാസീവ് ഇൻകത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ, ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ സൈറ്റിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് കോഴ്സിന്റെ ഫീസും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിരിക്കുന്നതിന്റെ അടിയിൽ ഓക്കെ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന പരസ്യം കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലിങ്കാണ്. ഇതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആമസോണിലേക്ക് പോവുകയും ആമസോണിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എനിക്കൊരു കമ്മീഷൻ ലഭിക്കും. ഇതിന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു ലിങ്ക് ഇങ്ങനെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ ആമസോണിനകത്ത് ഒരു അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. ബിക്കം ആൻ അഫിലിയേറ്റ് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് പൈസയോ ചിലവോ ഒന്നുമില്ല. ആമസോണിന്റെ സൈറ്റിലേക്ക് വരിക, ബിക്കം ആൻ അഫിലിയേറ്റിൽ കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനകത്ത് നിന്ന് ഉള്ള ലിങ്കുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ലിങ്കുകളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻസ് ലഭിക്കും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ആമസോണിന് മാത്രമല്ല, ഒട്ടുമിക്ക കമ്പനികൾക്ക് അഫിലിയേറ്റ് ലിങ്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ചെയ്യാവുന്നതാണ്. ഇതിന്
നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ സാധിക്കും, AI ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ് AI ഇതിനകത്ത് പ്രയോജനപ്പെടുത്തുന്നത്? ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വന്ന് സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ. ഓക്കെ, ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇൻ ഇന്ത്യ, 50,000 രൂപ താഴെയുള്ള 10 ലാപ്ടോപ്പുകൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് പല ആർട്ടിക്കിൾസും വരും. പല ആർട്ടിക്കിൾസിനകത്തും ഇതേപോലെ ഇന്ത്യയിലുള്ള ലാപ്ടോപ്പുകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഏറ്റവും നല്ല ലാപ്ടോപ്പുകൾ. ഈ വന്നിരിക്കുന്ന ആർട്ടിക്കിളുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ അവരുടെ അഫിലിയേറ്റ് ലിങ്കുകളായിരിക്കും. ആമസോണിലേക്കും ഫ്ലിപ്കാർട്ടിലേക്കും ഒക്കെ പോകുന്ന ലിങ്കുകളാണ്. അപ്പോൾ ഈ ലിങ്കുകൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് എഴുതാൻ സാധിച്ചാലോ? ഇതെങ്ങനെ 1 മിനിറ്റ് കൊണ്ട് എഴുതും? ജസ്റ്റ് AI കൊണ്ട് എഴുതിക്കാൻ സാധിക്കും. ഞാൻ ഇതേപോലെ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് എഴുതിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനുള്ള കമാൻഡാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. കൊടുക്കാൻ പോകുന്നത് നമുക്ക് ബാർഡിനോട് ചോദിക്കാം, അല്ലേ? ബാർഡ് എന്ന് പറയുന്ന ടൂൾ നമുക്ക് അറിയാവുന്നതാണ്. ബാർഡിനോട് നമുക്കൊന്ന് ചോദിക്കാം. ഇതാണ് എൻ്റെ കമാൻഡ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് എ ബ്ലോഗ് പോസ്റ്റ് അബൌട്ട് ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇൻ ഇന്ത്യ വിത്ത് ഇമേജസ്. ഇത് എവിടെ ചോദിക്കാം? ഗൂഗിൾ ബാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയിൽ ചോദിക്കാം. ഗൂഗിൾ ജെമിനി നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു സംഗതിയാണ്. കണ്ടന്റ് എഴുതിക്കാൻ ഗൂഗിൾ ജെമിനി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഗൂഗിൾ ജെമിനിയിൽ നമുക്ക് ഈ കമാൻഡ് ഒന്ന് കൊടുത്തു തരാം. ഇത് ലാപ്ടോപ്പിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ എഴുതി തരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ജെമിനിയിലേക്ക് വന്ന് ഞാൻ ഈ കമാൻഡ് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു. ഇത് എഴുതി തരുന്നുണ്ടോ നോക്കുകയാണ്. അത് കണ്ടന്റ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ലാപ്ടോപ്പ്, സെക്കൻഡ് ലാപ്ടോപ്പ് വിത്ത് ഇമേജ് ആണ്. അസൂസ് MSI ബ്രേവോ അസൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇന്ത്യ, മെയ് 2024 മെയ്യിലുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, മെയ് മാസം 2024 കണക്കാക്കുമ്പോൾ ഏറ്റവും നല്ല ലാപ്ടോപ്പുകൾ ഏതെന്ന് ഇവിടെ എഴുതി തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ അത് എഴുതി തന്നു. ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പുതിയ നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് പബ്ലിഷ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് പബ്ലിഷ് ചെയ്യാൻ, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് പബ്ലിഷ് ചെയ്യാൻ നമുക്ക്, ഞാൻ തുടക്കത്തിൽ മിക്സോ എന്ന് പറയുന്ന അതേപോലത്തെ സൈറ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. വേർഡ് പ്രസിനകത്ത് നമുക്ക് ബ്ലോഗോ വെബ്സൈറ്റോ ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഫ്രീ ആയിട്ട്. www.wordpress.com ഫ്രീ ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗുകളൊക്കെ നിർമ്മിച്ച് അതിനകത്തേക്ക് ആർട്ടിക്കിൾ കൊടുക്കാൻ സാധിക്കും. ഞാനൊരു 2-3 മിനിറ്റ് കൊണ്ടൊരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് കാണിച്ചു തരാം. കാരണം പലരും വിചാരിക്കും വെബ്സൈറ്റ് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, പ്രോഗ്രാമിംഗ് വേണം, ഇതൊക്കെ ആയിരിക്കും പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. വെബ്സൈറ്റും ബ്ലോഗും നിർമ്മിക്കാൻ കിടിലൻ ടൂളാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3 മിനിറ്റ് കൊണ്ട് ഒരു കഫേയുടെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഒരു കഫേയുടെ വെബ്സൈറ്റ് 3 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത്, അതിനുള്ള ടൂൾ എന്താണെന്നുള്ളത്. യെസ്, കാരണം പലരെയും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പലരെയും അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചിലർ പറയും 80,000 രൂപ വേണം, 50,000 രൂപ വേണം, 40,000 രൂപയാണ് ഞങ്ങൾ മിനിമം ചാർജ് 20,000 രൂപ എന്നൊക്കെ പല കമ്പനികളും പറയാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ടൂള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് വെബ്സൈറ്റിലോ ബ്ലോഗിലോ ഒക്കെ പബ്ലിഷ് ചെയ്യാൻ ഈ വേർഡ് പ്രസ് ഉപയോഗിക്കാൻ സാധിക്കും. wordpress.com എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഇതിന്റെ ഓർഗനൈസേഷണൽ സൈറ്റ് wordpress.org എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ wordpress.org-യിലുള്ള ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് കാണിക്കാം. ഓക്കെ, എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെബ്സൈറ്റിന്റെ മോഡലുകൾ ആൾറെഡി ഇതിനകത്ത് തന്നെയുണ്ട്. 12,000-ഓളം വെബ്സൈറ്റിന്റെ മോഡലുകളുണ്ട്. 12,189 ഫ്രീ തീംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, ന്യൂസ് പോർട്ടലുകൾ, പിന്നെ ഹോട്ടലിന്റെ വെബ്സൈറ്റുകൾ, അല്ലെങ്കിൽ സ്കൂളിന്റെ വെബ്സൈറ്റ്, അങ്ങനെ ഏത് ബിസിനസിന്റെ കമ്പനിയുടെ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് 3 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വേർഡ് പ്രസ് എന്ന് പറയുന്ന സംഗതി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ എടുത്ത ലിങ്ക് ഞാനൊന്ന് ചാറ്റ് വിൻഡോയിലേക്ക് ഇടാം. നിങ്ങൾക്ക് അവിടെ 12,000-ഓളം വെബ്സൈറ്റിന്റെ തീംസ് ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, തീംസ്, അതായത്
നമ്മൾ ഈ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ നത്തിങ് ഹിയർ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ നല്ലൊരു സൈറ്റാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് ഇതിനകത്ത് ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കണ്ടന്റും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ കൊടുക്കാനുള്ള ഇമേജും കണ്ടന്റും ഒക്കെ എവിടെ നിന്ന് എടുക്കാൻ പറ്റും? ഞാൻ നേരത്തെ കാണിച്ചു, കണ്ടന്റ് ഒക്കെ നമുക്ക് ക്യാൻവയിൽ നിന്ന് എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അല്ലേ? ക്യാൻവയിൽ നിന്ന് ഇമേജ് ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു ബർഗറും നൂഡിൽസും ഒക്കെ സെല് ചെയ്യുന്ന ഒരു കഫേയുടെ വെബ്സൈറ്റ് ആണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് ബർഗർ ബാനർ ഇമേജസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇമേജുകൾ കിട്ടും. ഇത് നമ്മൾ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, ഇതേപോലെ ഇമേജ് നമുക്ക് കിട്ടും. എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുക. ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുത്ത 3-4 ഇമേജ് ഈ സൈറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈറ്റിന്റെ മുൻവശം എന്ന് പറയുന്നത്. ഈ സൈറ്റിന്റെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റൈലൊക്കെ മാറ്റാൻ സാധിക്കും. ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. യൂസർ നെയിം പാസ്വേഡും ഒക്കെ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ സ്റ്റൈലുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ കിടക്കുന്നത് ഇതാണ്, എനിക്കിത് വേണ്ട, ഞാൻ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്, വേറൊരു തീം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു തീം മാറ്റുക മാത്രമാണ്, ഒറ്റ ക്ലിക്ക് ചെയ്തു, തീം മാറിയോ എന്ന് നമുക്ക് നോക്കാം, സൈറ്റിന്റെ സ്റ്റൈൽ മാറിയോ നോക്കാം. ഓക്കെ, പുതിയ തീം ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തു, സൈറ്റിന്റെ സ്റ്റൈൽ ഒന്ന് മാറിയോ നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്, സൈറ്റിന്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഇമേജുകളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ കഫേയിലുള്ള ബർഗറിന്റെ നൂഡിൽസിന്റെ ഒക്കെ ഇമേജ് ആക്കി മാറ്റുക. ഓക്കെ, കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കൊടുത്തിരിക്കുന്ന ഇമേജ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു പ്രോഗ്രാമിങ്ങും ചെയ്യുന്നില്ല, ജസ്റ്റ് അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ചില ഇമേജുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പേരൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. നമുക്ക് ഗാലക്സി കഫേ എന്നൊരു പേരിട്ടാലോ? ഓക്കെ, ഗാലക്സി കഫേ എന്ന് പറയുന്ന പേരിടാം. ഓക്കെ, ഫോൺ നമ്പർ മാറ്റണമെങ്കിൽ ഫോൺ നമ്പറിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഫോൺ നമ്പർ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. പബ്ലിഷ് കൊടുത്തു. ഇനി ഇമേജ് മാറ്റണമെങ്കിൽ ഇമേജിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യാം, ഇമേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ക്യാൻവയിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമേജുകൾ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്യാൻവയിൽ നിന്ന് എടുത്ത ഒരു ബർഗറിന്റെ ഇമേജ് ആണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്, അതവിടെ വന്നു. സെക്കൻഡ് ഇമേജും ഇതേപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഇമേജും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ഇമേജ് നമുക്കൊരു നൂഡിലിന്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. പബ്ലിഷ് കൊടുത്തു, അത് വന്നു. തേർഡ് ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമേജുകൾക്ക് പകരം നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സൈറ്റിന്റെ കളർ മാറ്റണമെങ്കിൽ ഇതൊരു നീല കളറാണ് സൈറ്റിക്ക്, നമുക്കൊരു റെഡ് കളറിലേക്ക് മാറ്റാം. ഓക്കെ, റെഡ് കളറിലേക്ക് മാറ്റാം. ഇവിടെ കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പബ്ലിഷ് കൊടുത്തു. ഓക്കെ, റെഡ് കളറിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം സൈറ്റ്. ഗാലക്സി കഫേ എന്ന് പറയുന്ന ഒരു സൈറ്റിന്റെ ഹോം പേജും അതിലെ സ്ലൈഡർ ഇമേജുകളും എല്ലാം വന്നു കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഞാൻ കസ്റ്റമൈസ് ചെയ്ത സൈറ്റിന്റെ ലിങ്കാണ് ഇപ്പൊ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഇടുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് നിർമ്മിക്കാനോ ബ്ലോഗ് നിർമ്മിക്കാനോ ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വെബ്സൈറ്റ് നിർമ്മിക്കാനോ ബ്ലോഗ് നിർമ്മിക്കാനോ ഒക്കെ വേർഡ്പ്രസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് പലരും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ വലിയ പൈസയൊക്കെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സ്വന്തം ബിസിനസ്സിന് വേണ്ടി വെബ്സൈറ്റ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള ടൂളുകൾ നമ്മുടെ ബിസിനസ്സിലും ഡെയിലി ലൈഫിലും അതുപോലെ തന്നെ ജോബിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് 2-3 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ ജോലി നഷ്ടപ്പെടുമോ എന്ന് പലർക്കും ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വരും, പലരുടെയും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്ങനെയുള്ളവരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്? അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നവരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയും. 2-3 വർഷം മുമ്പ് തലശ്ശേരിയിലുള്ള വലിയൊരു സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തതാണ്. 7-8 ഡിസൈനേഴ്സ് ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഓർഡർ വിളിച്ചു പറഞ്ഞു, സാർ എനിക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു, എനിക്ക് എന്തായാലും 2 സ്റ്റാഫിനെ ഒഴിവാക്കാൻ പറ്റിയത്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടമായി. കാരണം ഞാൻ ക്ലാസ് എടുത്തത് കാരണം 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. കാരണം അതിനകത്ത് ഞാനൊരു ടൂള് പറഞ്ഞു, ആ ടൂള് കാരണമാണ് 2 പേരുടെ ജോലി നഷ്ടപ്പെടാൻ കാരണം. ഇത് ഇപ്പോഴുള്ള 3 വർഷം മുമ്പുള്ള സംഭവമാണ്. അന്നേ ഉള്ള ഒരു ടൂളാണ് ഞാനിവിടെ പറഞ്ഞു. ഇപ്പൊ അതിനേക്കാളും വണ്ടർഫുൾ ടൂൾസ് വന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ ടൂൾ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാനിവിടെ 1 മിനിറ്റ് കൊണ്ടൊന്ന് അവതരിപ്പിക്കാം. അതായത് ആ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ടൂളാണ് www.remove.bg എന്ന് പറയുന്ന ടൂൾ.
ഓക്കെ, ഈ ഒരു ടൂൾ കാരണമാണ് അന്ന് ആ ക്ലാസ്സിന് ശേഷം രണ്ടുപേരുടെ ജോലി നഷ്ടപ്പെട്ടത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ remove.bg എന്ന് പറയുന്ന സൈറ്റിൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഇതിന് സെക്കൻഡുകൾ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് ഞാൻ സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. നോക്കി, ഇത് രജനീകാന്തിന്റെ ഒരു ഇമേജ് ആണ്. ഈ രജനീകാന്തിന്റെ ഇമേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഈ കോർണറിലൂടെ ഒക്കെ ഇങ്ങനെ ട്രേസ് ചെയ്ത് വന്ന് മുടിയുടെ ഭാഗത്തൂടെ ഒക്കെ ട്രേസ് ചെയ്ത് വന്ന് സമയം എടുത്തിട്ടേ അത് റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതേസമയം ഈ ഇമേജ് നമ്മൾ ജസ്റ്റ് remove.bg ഒന്ന് അപ്ലോഡ് ചെയ്യുന്നിരിക്കട്ടെ, സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അപ്ലോഡ് ഇമേജ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഏത് ഇമേജ് ആണോ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നത്. ഇപ്പൊ ഞാൻ രജനീകാന്തിന്റെ ഇമേജ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആണെന്നൊക്കെ നോക്കാം. അത് റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴം തൊലിക്കുന്നത് പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ജോബ്, ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്താണ്. മുടിയുടെ ഭാഗം വളരെ കറക്റ്റ് ആയിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഇതേപോലത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ജോബിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടുപേരെ അവിടെ ഇരുത്തിയിരുന്നത്. അവര് രാവിലെ തൊട്ട് വൈകുന്നേരം പല ടൂൾസും അന്നത്തെ ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് റിമൂവ് ചെയ്ത് ആൾക്കാരാണ്. ഈ ടൂൾ കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി അവർ രണ്ടുപേരും വെറുതെ ആയിരിക്കുന്നു, വേറെ ആളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾ. ഇതേപോലത്തെ പല ടൂൾസും വരുമ്പോൾ ഇപ്പൊ നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബുകൾ അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ ആ ജോബുകൾ വേറൊരാളെ കൊണ്ട് വളരെ അനായാസം ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ ചില ടൂൾസ് ഞാൻ കാണിച്ചായിരുന്നു. കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇമേജ് ഉണ്ടാക്കിയെടുക്കും. കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടന്റ് എഴുതി തരുന്നത് ChatGPT, ബാർഡ് ഇങ്ങനെയുള്ള കണ്ടന്റ് റൈറ്റേഴ്സിന് ഇത് വലിയൊരു അടിയാണ്. അതായത് ഇപ്പൊ ആർക്കും കണ്ടന്റ് എഴുതാൻ സാധിക്കും, ആർക്കും ഗ്രാഫിക് ഡിസൈനർ ആവാൻ പറ്റും, ആർക്കും വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും, ആർക്കും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും, ആർക്കും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ വേറെ ആൾക്കാർ വന്നിരിക്കും. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവർ. ബിസിനസിന്റെ കേസിലാണെങ്കിൽ ഇത് തന്നെ. ബിസിനസ്സിൽ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഈ ടൂൾസ് കണ്ടിട്ട് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവർ ഇതൊക്കെ നമ്മളെക്കാളും മുന്നേ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ കാലിന്റെ ചോട്ടിൽ മണ്ണെല്ലാം ഒലിച്ചു പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, നമുക്ക് കുതിച്ചു കയറാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും എന്നുള്ളതാണ്. അത് ബിസിനസ്സിലായാലും ജോലിയിലായിക്കോട്ടെ ഡെയിലി ലൈഫിലായിക്കോട്ടെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ChatGPTയും ബാർഡും, അതിനകത്ത് ബാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇമെയിൽസ് അയക്കാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ജസ്റ്റ് കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇമെയിൽ അത് എഴുതി തരും. നിങ്ങൾക്ക് വന്ന ഒരു ഇമെയിലിന് മറുപടി കൊടുക്കണമെങ്കിലും ഈ പറഞ്ഞ പിന്നെ ബാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി വെച്ചിട്ട് പറ്റും. ഗൂഗിൾ, അതായത് ഞാൻ ആ ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾക്ക് ഒരു ഇമെയിലിന് വന്നു, അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലില്ലെങ്കിൽ അതെടുത്ത് നേരെ ബാർഡിനകത്തേക്ക് അല്ലെങ്കിൽ ജെമിനിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി അത് തന്നെ പ്രിപ്പയർ ചെയ്യും. പിന്നെ അത് എന്താണ് എഴുതി തന്നെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വായിക്കാൻ അറിയണം, എഴുതിത്തരും അത് എഴുതിത്തരും. കാരണം അല്ലെങ്കിൽ അത് എഴുതിത്തരുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയണം. ഓക്കെ, ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മെയിൽ കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് ആ കണ്ടന്റ് എടുത്ത് നമ്മൾ നേരെ ജെമിനിയിൽ കൊണ്ടുവച്ചിട്ട് ജെമിനിയോട് പറഞ്ഞാൽ മതി, റൈറ്റ് റിപ്ലൈ ടു ദിസ് ഇമെയിൽ. ഇതാ കൊടുക്കേണ്ട കമാൻഡ്. റൈറ്റ് റിപ്ലൈ ടു ബിലോ ഇമെയിൽ കൊടുത്തിട്ട് ഇത് ഫുള്ള് സെലക്ട് ചെയ്യണം. ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിലിനുള്ള റിപ്ലൈ ഇവിടെ എഴുതി തരും. ഈ ഇമെയിൽ ആ വന്ന കണ്ടന്റ് എന്താണ് എന്നത് അനലൈസ് ചെയ്തിട്ട് അത് ഇതേപോലെ റിപ്ലൈ എഴുതി തരും. ആ റിപ്ലൈ വായിച്ചു നോക്കണം, അത് സെൻസിബിൾ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് അയക്കാൻ സാധിക്കും. അപ്പൊ മെയിൽ അയക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനായിക്കോട്ടെ, മെയിലിന് റിപ്ലൈ അയക്കാനായിക്കോട്ടെ, ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ നിരവധി ടൂൾസ് ഉണ്ട്. നമുക്ക് ഇവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടന്റ് എഴുതി തരുന്ന ടൂൾ. ജസ്റ്റ് സംസാരിച്ചാൽ മതി. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ടിരുന്നത് മലയാളം എഴുതേണ്ടത്?
മലയാളം എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു ടൂൾ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇത് കുറെ കാലമായിട്ടേ ഉള്ള സംഗതിയാണ്. ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ടൂള്, ഗൂഗിളിന്റെ തന്നെ ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന സംഗതി. നമ്മുടെ ഗൂഗിളിൽ വന്നിട്ട് റൈറ്റ് സൈഡിൽ ഈ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും. ഈ ഗൂഗിൾ ഡോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടിലോട്ട് ഇരുന്ന് സംസാരിച്ചതാ മതി. അത് ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ ഏത് ഭാഷ വേണമെങ്കിലും ഇതിവിടെ എഴുതി തരും. നമുക്ക് വളരെ മനോഹരമായിട്ട് എഴുതി തരും. ഓക്കെ, ഇതിൽ തന്നെ ഉള്ളൊരു ഓപ്ഷനാണ് ഈ ടൂൾസിനകത്ത്. വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, വോയിസ് ടൈപ്പിംഗ് ഇംഗ്ലീഷ് വേണമെങ്കിലോ തമിഴ് വേണമെങ്കിലോ മലയാളം വേണമെങ്കിലോ ഏത് വേണമെങ്കിലും മലയാളം ചൂസ് ചെയ്ത് മലയാളം തന്നെ നമുക്കൊന്ന് എഴുതിക്കാൻ ശ്രമിക്കാം. ഓക്കെ, മലയാളം ചൂസ് ചെയ്ത് ഇവിടെ മലയാളം എഴുതിക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സംസാരിച്ച് വെച്ചാൽ മതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ജസ്ലി. കഴിഞ്ഞ 8 വർഷമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും അതുപോലെ തന്നെ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലും കഴിഞ്ഞ 1 വർഷമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഞാനിപ്പോ ഇവിടെ പറഞ്ഞ സംഗതികൾ ഇതിവിടെ എഴുതി തന്നതെന്ന് കാണാൻ സാധിക്കും. ഇത്രയും സംഗതി നമ്മൾ മലയാളത്തിൽ എഴുതി പിടിപ്പിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് ആലോചിച്ച്, എത്ര സമയം എടുക്കും? എഴുതി തന്നിരിക്കുന്നതൊക്കെ കറക്റ്റാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെ കോമയും കുത്തും മാത്രമേ ഉള്ളൂ ഇടാൻ. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ളൂ ബാക്കി. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഇതേപോലെ നമുക്ക് കണ്ടന്റ് എഴുതി തരും ഇത്. അപ്പം ഇതേപോലെ നമുക്ക് സംസാരിക്കുമ്പോൾ എഴുതി തരുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് കഷ്ടപ്പെട്ടിരുന്നത് ടൈപ്പ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ സമയം ലാഭിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ 9 മണി വരെ ആയിരുന്നു പ്ലാൻ ചെയ്തത്, ഇപ്പൊ 9:15 പോയി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ സമയം ഒന്നും നോക്കാറില്ല, അല്ലെങ്കിൽ സമയം ഞാൻ മറന്നുപോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടീച്ചിങ് ട്രെയിനിങ് പ്രൊഫഷനിലേക്ക് വന്നത്. എനിവേ, ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിനും ഒക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ജോബ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മുഴുകി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ഓക്കെ, CP സുരേഷ് കുമാർ സാർ അൺമ്യൂട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാണ്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. എനിക്ക് സപ്ലൈ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് എൻട്രി ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇൻഷുറൻസ് സെക്ടറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് സാറ് കുറെ ടൂളുകളൊക്കെ ഇവിടെ പറഞ്ഞു. ഈ ടൂളുകളൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിലനിൽക്കുന്നതാണോ അതെ വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോകുന്നതാണോ? അല്ലല്ല, ഫ്രീ ടൂൾസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ചില ടൂൾസ് പിന്നീട് പെയ്ഡ് ആക്കുവാണെങ്കിൽ അതിന്റെ വേറെ അക്കൗണ്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ടെക്നിക്സ് ഉണ്ട്. അതേപോലെ തന്നെ വേറെയും ടൂൾസ് കണ്ടെത്തുന്ന ടൂൾസ് ഉണ്ട്. അതായത് AI ടൂൾസ് കണ്ടെത്തുന്ന ഫ്യൂച്ചർപീഡിയ എന്നൊക്കെ പറയുന്ന ടൂൾസ് ഉണ്ട്. അങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ചും പുതിയ ടൂൾസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫ്രീ ആയിട്ട് തന്നെ പല ടൂളുകളും ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഈ കോഴ്സിനകത്ത് കവർ ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള വേർഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. അല്ലാതെ പെയ്ഡ് പ്ലാൻസ് എടുക്കാനോ അല്ലെങ്കിൽ പെയ്ഡ് ടൂൾസ് യൂസ് ചെയ്യാനേ ഈ കോഴ്സിനകത്ത് എവിടെയും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ചിലർക്ക് വളരെ കൊമേഴ്സ്യൽ ആയിട്ട് എന്തെങ്കിലും സംഗതികൾ ചെയ്ത് കൊടുത്തൊക്കെ വരുമാനം ഉണ്ടാക്കേണ്ടിയുള്ളവർ മാത്രമേ ഉള്ളൂ ചില ടൂൾസ് എടുക്കേണ്ടി വരുള്ളൂ. ഓക്കെ, ഈ വീഡിയോയുടെ അതൊന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. താങ്ക് യു. ഓക്കെ, പലരും വളരെ ഇൻഫോർമേറ്റീവ് സെഷൻ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ലിയോൺ സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മുനീബ് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. മുനീബ് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നത്. ഹലോ ചോദിച്ചോളൂ. സാർ നമസ്കാരം. ഈ AI ഉപയോഗിച്ചിട്ട് വോയിസ് മാത്രം മലയാളത്തില്
പല വോയിസും ഇപ്പോൾ മെയിൽ ചെയ്യാം. ഫീമെയിൽ വോയിസ് കിട്ടാനുള്ള ഉണ്ട്. ടൂൾ ഏതാ? ലിസണർ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, കിടിലൻ ടൂളാണ് ലിസണർ എന്ന് പറയുന്ന ടൂള്. LISTNR.AI. ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ചാറ്റ് വിൻഡോയിലേക്ക് ഇടാം. ഇതിനകത്ത് മലയാളമോ ഹിന്ദിയോ അങ്ങനെ 180 ലാംഗ്വേജുകൾ നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും, വോയിസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 180 അല്ല, 142-ലധികം ലാംഗ്വേജുകൾ. ഇപ്പൊ മലയാളത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് 6 ശബ്ദങ്ങൾ ലഭിക്കും. ഓക്കെ, 6 ശബ്ദങ്ങൾ. മിഥുൻ, ശോഭന, ജ്യോതി, ദീപക്, ആശ, ഓംകാർ, ഇതെല്ലാം മലയാളത്തിലുള്ള ശബ്ദങ്ങളാണ്. ട്രൈ ചെയ്യാം. ഓക്കെ, പലരും താങ്ക് യു. പലരും പേയ്മെന്റ് അടച്ച മെസ്സേജ് വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ മറക്കാതെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ പേയിൽ പേയ്മെന്റ് അടച്ച ചിലരുടെ പേരുകളൂടെ ഞാനിവിടെ വിളിക്കാം. ഓക്കെ, അബ്ദുൽ, അതേപോലെ തന്നെ മഹേഷ, സുനിത, നിതീഷ്, അഡ്വക്കേറ്റ്, അതേപോലെ തന്നെ 369 KPM, അബ്ദുൽ ജലാൽ, ഗ്രേസി. ഓക്കെ, നിങ്ങളുടെ സ്ക്രീൻഷോട്ട്, പേര്, ഇമെയിൽ അഡ്രസ്സ് ആണ് അയച്ചു കൊടുക്കേണ്ടത്. പേര്, ഇമെയിൽ അഡ്രസ്സ്, സ്ക്രീൻഷോട്ട്. അപ്പൊ ഇന്ന് തന്നെ എൻട്രി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2016 മുതൽ നമ്മുടെ പല കോഴ്സുകളും അറ്റൻഡ് ചെയ്തവരെ പരിചയപ്പെടാൻ സാധിക്കും. ഗൾഫിലുള്ള ബിസിനസ്സുകാരുണ്ട്, നോർത്ത് ഇന്ത്യയിലുള്ള മലയാളികളായ ബിസിനസ്സുകാരുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലുള്ള നിരവധി ബിസിനസ്സുകാർ, അതേപോലെ തന്നെ പ്രൊഫഷണൽസ്, സ്റ്റുഡൻസ് എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പല പ്രോഡക്റ്റുകളും സർവീസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡേറ്റ ലഭിക്കുകയും ചെയ്യും. നമുക്ക് അതിന് മെഗാ മീറ്റപ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. മെഗാ മീറ്റപ്സ് ഞാൻ നോക്കിയത് ഓക്കെ, ഇതേപോലെ മെഗാ മീറ്റപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടത്തിയത് 6th ഏപ്രിലാണ്. അടുത്ത മെഗാ മീറ്റപ്പ് ഉടനെ വരുന്നുണ്ട്. അതിൽ ബിസിനസ് ഡിസ്കഷൻസ്, മാർക്കറ്റിംഗ് ഡിസ്കഷൻസ്, ജോബ് ഹണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ്, അതെല്ലാം ഈ ഒരു മെഗാ മീറ്റപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടുകളാണ്. ഓക്കെ ഓക്കെ, സുധീഷ് സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സുബിൻ അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? റാഷിഖ് അൺമ്യൂട്ട് ചെയ്യാം. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഹലോ സാർ, സുബിന ഖാൻ. ഞാൻ ടെക്സ്റ്റൈൽ മേഖലയിലാണ്. അതെ, സുബിനയാണ്. ഓക്കെ, അപ്പോൾ AI വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡ്രസ്സാണ്, അതെ, അതിങ്ങനെ മാറ്റി ഒരു ഫോട്ടോഷൂട്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ടൂൾ ഉണ്ടോ? ഫോട്ടോഷൂട്ടിന് ഉണ്ട് പകരം ഉണ്ട് AI ടൂൾ ഉണ്ട്. അതിനുള്ള ടൂൾ എന്ന് പറയുന്നത് മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഓക്കെ, മാജിക് സ്റ്റുഡിയോ. മാജിക് സ്റ്റുഡിയോ, അതായത് മാജിക് സ്റ്റുഡിയോയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ആ ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പൊ ഈ ഒരു ബോട്ടിൽ ഉണ്ടോ? ഈ ബോട്ടിൽ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇതൊരു മേശപ്പുറത്തിരിക്കുന്ന ഒരു ബോട്ടിലായിരിക്കും. ഓക്കെ, ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ക്ലിക്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ബോട്ടിൽ മാത്രം കിട്ടുമല്ലോ നമുക്ക്. അപ്പൊ നിങ്ങളുടെ ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ ആണെങ്കിൽ ആ ഡ്രസ്സിന്റെ ഒരു ഫോട്ടോ എടുത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ക്ലിക്കിൽ മാറ്റാൻ പറ്റും. എന്നിട്ട് അത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനൊക്കെ ഈ മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ 2 ടൂളിന്റെ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അവതാറിൽ വെക്കാം, ഒരു ഇമേജ്, ലേഡിയുടെ കൊടുത്ത ഇമേജ് ഉണ്ടാക്കി അതിൽ അങ്ങനെ ചെയ്യാനാകും. അതായത് ഒരു ഡമ്മിക്കകത്ത് ഇടുന്നത് പോലെയുള്ള സംഗതികൾ. ഓക്കെ, അങ്ങനെയുള്ള ടൂൾസും അവൈലബിൾ ആയിരിക്കും. പക്ഷെ എക്സാക്ട്ലി ഏത് ടൂൾ ആണെന്നുള്ളത് എനിക്ക് റെഫർ ചെയ്തെങ്കിലേ പറയാൻ സാധിക്കത്തുള്ളൂ. പല ടൂൾസും അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ ഭീമ ഗോൾഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഭീമ ഗോൾഡിന്റെ സ്വർണ്ണക്കട, അവരുടെ ആപ്ലിക്കേഷനകത്ത് ചെന്നിട്ട് അവരുടെ ഒരു മൊബൈൽ ആപ്പാണ്. മൊബൈൽ ആപ്പിനകത്ത് ചെന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ഈ ആഭരണത്തിൽ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആഭരണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാലയാണെങ്കിൽ നമ്മുടെ കഴുതി കിടക്കുന്നത് പോലെ ഫോട്ടോ കാണിക്കും. അവരുടെ തന്നെ ഒരു സംഗതിയാണ്. ഇതേപോലെയുള്ള പല ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. AI കൊണ്ട് വെച്ചിട്ടാണോ ചെയ്യുന്നത്? അതെ, AI ടൂൾസ് ഉണ്ട്, AI ആപ്ലിക്കേഷൻസ്, AI വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ അതിന്റെ ഫംഗ്ഷൻ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടി വരും.
ഓക്കെ സാർ. അതുപോലെ ഒരു കാര്യം കൂടി, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന സാർ കാണിച്ചു. അത് അതെ. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മന്ത്ലി പേയ്മെന്റ് അതെങ്ങനെയാണ്? അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മളാണ് ഈ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് ഇയർലി ആയിട്ട് ഈ ഒരു ഡൊമൈൻ, ഇപ്പൊ നമ്മളൊരു ഡൊമൈൻ എടുത്തുന്നിരിക്കട്ടെ, ഇപ്പൊ ബിസിനസ് നെയിം എന്താണ്, ബിസിനസിന്റെ പേരെന്താണ്? വേർഡ്പ്രസ് വെച്ചിട്ട് നമ്മളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെ. ഇപ്പൊ നമുക്കിപ്പം നമ്മുടെ ബിസിനസ് നെയിം എന്ന് പറയുന്നത്, ഓക്കെ, എന്താണ് ആക്ച്വലി ബിസിനസ് നെയിം ഇട്ടിട്ടുണ്ടോ? നെയിമായിട്ട് ഞങ്ങൾ കൊടുത്തേക്കുന്നത് സൂബീസ് എന്നാണ്. സൂബീസ്. ZUBIZ. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. subis.com എന്നോ അല്ലെങ്കിൽ subisfabrics.com എന്നോ ഒക്കെയുള്ള ഒരു ഡൊമൈൻ നെയിം നമ്മൾ വാങ്ങിക്കുന്നതിന് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇതെന്ന് പറയുന്നത് പിന്നെ ഇയർലി റിന്യൂവൽ ഒരു 700 രൂപയൊക്കെ ഒരു ഇയർലി വരും. പിന്നെ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കും. ഹോസ്റ്റിംഗ് സ്പേസിന് ഒരു 1000 റുപ്പീസ്. ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഒരു 1700 2000 രൂപയ്ക്കകത്ത്, മാക്സിമം ഒരു 2000 രൂപയ്ക്കകത്ത് കോസ്റ്റ് വരത്തുള്ളൂ ഇങ്ങനെ ഒരു ഡൊമൈൻ നെയിം ഒക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലാത്ത ഈ ഡൊമൈൻ നെയിം ഇല്ലാത്തതാണെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡൊമൈൻ നെയിമും കൂടെ എടുത്ത് ചെയ്യുവാണെങ്കിൽ, വെബ് അഡ്രസ്സും കൂടെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു 2000 രൂപയ്ക്ക് കോസ്റ്റ് വരും. അത് എങ്ങനെയാ സർ പേയ്മെന്റ് ചെയ്യേണ്ടത്? നമ്മൾ അവരുടെ സൈറ്റിലേക്കാണോ? അതിന് വേർഡ്പ്രസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സൈറ്റിലേക്കാണോ? അതെ, വേർഡ്പ്രസ്സിലും ചെയ്യാൻ പറ്റും. wordpress.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് ചെയ്തിട്ട് ഡൊമൈൻ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും. wordpress.com നമ്മൾ ഡൊമൈൻ മേടിച്ച് നമുക്ക് അതിനകത്ത് തീം ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇവിടെ തന്നെ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് wordpress.com. ഞാൻ സാറിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീക്കിലെ ക്ലാസ് കണ്ടിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അതിനകത്ത് ഗൈഡൻസ് കിട്ടും. വെബ്സൈറ്റ് ക്രിയേഷൻ അതിനകത്ത്, അതെ അതെ, അതിനകത്തുണ്ട്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പോ തൽക്കാലം നമുക്ക് ക്ലോസിംഗിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നത്. കാരണം മറ്റു പലർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നറിയാം. അപ്പം നമ്മൾ 9 മണി എന്നുള്ളത് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ളവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻ ഒന്ന് അയച്ചു കൊടുക്കുക. അവരെനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിന്റെ ആൻസർ ഞാൻ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒന്ന് ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ടൂൾസ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യങ്ങൾ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ് ഈസ് വെരി യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മുടെ ഡെയിലി ലൈഫിലും ബിസിനസ്സിലും ജോലിയിലും എല്ലാവർക്കും അപ്ലൈ ചെയ്ത് ഇതിനകത്ത് ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കട്ടെ ആശംസിക്കുന്നു. കാരണം നമ്മൾ 1ാം ക്ലാസ് മുതലേ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പം അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും സമയം കിട്ടട്ടെ, അതിനുള്ള സമയം അതുപോലെ തന്നെ അതിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ ഇൻഫോം ചെയ്യുക. ഗ്രൂപ്പിൽ ഓഫർ അവൈലബിൾ ആണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ. താങ്ക് യു.